ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നിനക്കെന്താ പറ്റിയത്? നമ്മളൊന്നും സംസാരിച്ചിട്ടില്ലേ കിടന്നേ? സംസാരിച്ചു, ഞാൻ മാത്രം. ഓ എടി, ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയി. വാട്ട്? ഞാൻ ആകെ ടയേർഡായിരുന്നു. എന്റെ ശബ്ദം നിനക്ക് ഇത്ര ബോറായി തുടങ്ങിയില്ലേ? നീ കാലത്ത് തന്നെ തുടങ്ങല്ലേ. സോറി, അറിയാതെ പറ്റിപ്പോയതടി. അത് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് നിന്നെ മീറ്റ് ചെയ്യാം. ശരി. ഇന്നത്തെ ഡോസ് കഴിഞ്ഞല്ലേ? പോടത്തേണ്ടി. ഗുഡ് മോർണിംഗ് ശ്രീനേട്ടാ. BSc വിപ്രോ കയറികൾക്കുണ്ട്. നമുക്കത് കിട്ടേക്കാം. ബെസ്റ്റ് ടൈം ഇപ്പോൾ. എന്നിട്ട് നമുക്ക് ടാറ്റ പിടിക്കാം. ഓ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കൂടി വെയിറ്റ് ചെയ്യാം. ഓക്കെ. എടാ കയറല്ലേട്ടാ. ഗുഡ് മോർണിംഗ് സാർ. ഹായ് സഞ്ജയ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ സിമൻസ് ലൈനിലുണ്ട്. യു ജസ്റ്റ് മേക്ക് എ ഡീൽ ഫോർ ഹിം. അയാൾ റെഡിയാണോ? ഓക്കെ സാർ, ഐ വിൽ ഡു. എൻ്റെ ഹസി, എന്നോട് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ അതിലൊന്നും പ്രോട്ടീനും വൈറ്റമിനും ഇല്ലാന്ന്. നീ വല്ല കാക്കേനെ പൂച്ചേനെ കാണിച്ച ഐറ്റങ്ങൾക്ക് വേറെ വല്ലതും കഴിക്കാൻ കൊടുക്കി. ഞാൻ ഉണ്ടാക്കി കൊടുക്കാഞ്ഞിട്ടാ? പൈസക്കാണ് ഏത് നേരം നോക്കിയാലും നൂഡിൽസ് മതി. എനിക്ക് ഓഫീസിലേക്ക് ഇറങ്ങാൻ സമയമായി. ഇക്കാക്ക ഷെരീഫിന്റെ കോളേജ് ഫീസ് അത് ഞാൻ പറയാൻ വിട്ടതാ. പൈസ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാങ്കിലെത്തിയിട്ട് ട്രാൻസ്ഫർ ചെയ്തേക്കാം. ശരി ഇക്കാക്ക. തന്നെ ഇക്കാക്ക ഉമ്മച്ചിക്ക് എന്തോ പറയാനുണ്ടത്രേ. ഞാൻ ഓഫീസിലെത്തിയിട്ട് വിളിക്കാന്ന് പറ. മോനെ, എന്താ ഉമ്മി, എന്താ അത്യാവശ്യം? എനിക്ക് ഓഫീസിലേക്ക് ഇറങ്ങാൻ സമയമായി. എടാ, നീ ഈ ഷെരീഫിന്റെ കായ അയക്കുമ്പോ ഷാഹിനയുടെ 4 പുളിക്കുള്ള പണ്ടത്തിന്റെ കായൂടെ അയക്ക്. കുറഞ്ഞത് 1 പവനെങ്കിലും നമുക്ക് തികച്ചു കൊടുക്കണം. ഉമ്മി, മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ചില്ലല്ലേ? ഓ എണീറ്റ് പോടെ ചക്ക, നിനക്ക് ഇന്റർവ്യൂ ഉള്ളതല്ലേ? മണി എത്രേ? എന്റെ സമയം ആയിട്ടില്ല ദാസ. അപ്പൊ നീ ഇന്ന് പോണില്ലേ? പോയാ മതി. എഴുന്നേറ്റുണ്ടെങ്കിൽ ആ പത്രം വായിച്ചിട്ട് പോ. കൊച്ചി മെട്രോ വരുന്നത് കോഴിക്കോടാണോന്ന് ചോദിച്ചാനാ നീ. എന്താടാ അമ്മ? പിന്നെ ആദ്യമായിട്ടല്ല നോണ പറയണത്. വേഷം കെട്ടാതെ ഫോൺ എടുക്ക്. அம்மா சுப்ரு, இன்டர்வியூக்கு டைம் ஆச்சு இல்லையா? தோ இறங்க போறேன். அம்மா சொன்ன மாதிரியே சிவப்பு சட்டை போட்டுருக்கு. காலையில பூஜை எல்லாம் முடிச்சாச்சு. டிஃபன் சாப்பிட்டாச்சா? இல்லம்மா, தோ சாப்பிட தான் போறேன். முதல்ல நீ கோவிலுக்கு போயிட்டு அப்புறம் இன்டர்வியூக்கு போப்பா. ஆமா ஆமா, கோவிலுக்கும் போறேன், தேங்காய் உடைக்கிறேன். டைம் பார்க்கலையா? ராகு காலத்துக்கு முன்னாடி தானே இறங்குறேன். நான் கொஞ்ச நேரத்துக்கு அப்புறம் கூப்பிடுறேன். வேண்டாம், இன்டர்வியூ முடிச்சதுக்கு அப்புறம் நானே கூப்பிடுறேன். போதும்ல? ஆல் தி பெஸ்ட் கண்ணா. தேங்க்ஸ்மா. നിങ്ങളോട് അവിടെ കയറാൻ പറഞ്ഞേ? സാർ അവിടെ നിന്ന് ഇറങ്ങിക്കേ. ഇനി കുറച്ച് മുന്നോട്ട് കിടന്നേ. ലെഫ്റ്റ് സൈഡിലൊരു ബോർഡ് കണ്ടോ? അങ്ങോട്ട് കയറിക്കോ. നിങ്ങൾ കയറിയതേ ഞങ്ങളുടെ ബാങ്കിങ് സെക്ഷനിലാണ്. ലോൺ സെക്ഷനിൽ വെയിറ്റ് ചെയ്യും. ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടല്ലോ. ഞാൻ 5 മിനിറ്റിൽ വരാം. കേന്ദ്ര വിദ്യാലയില? അതെ. സ്കൂൾ ബസ്സില്ലേ? ഞാൻ കാറിനാ പോണത്. ഇന്നെന്ത് പറ്റി? അതൊരു പൊട്ടാണ്ടിയാൻ കേടാവും.
താങ്ക്സ് പറഞ്ഞിട്ട് പോ മാഷേ. താങ്ക്സ്. ഹലോ, ഒന്ന് ചിരിച്ചിട്ട് പറ, അതല്ലേ ഒരു മര്യാദ. എന്നാ പിന്നെ ചേട്ടനെ കേച്ചെടുത്തോണ്ട് കിട്ടോ. അല്ല പിന്നെ ഹലോ, ആഷിഖാണ്. സോറി ടു സേ, എന്റെ 22 വർഷത്തെ എൻട്രൻസ് കോച്ചിങ് കരിയറിൽ ഇത്രയും മോശം വിദ്യാർത്ഥിയെ ഞാൻ അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല. എന്ത് പറ്റി സാർ? യുവർ ബ്രദേഴ്സ് പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ആർ വേഴ്സണിംഗ് ഡേ ബൈ ഡേ. മോറോവർ അയാൾ മറ്റു കുട്ടികൾ കൂടി ശല്യമാവുന്നുണ്ട്. നിങ്ങൾ വന്ന് കരഞ്ഞ് കാല് പിടിച്ചോണ്ടാ ഞാൻ അയാളെ അഡ്മിറ്റ് ചെയ്തു. അറിയാലോ, 95% താഴെയുള്ള ഒരു കുട്ടിയെയും നാളിതുവരെ എന്റെ സ്ഥാപനത്തിൽ കയറ്റിയിട്ടില്ല. എനിക്കറിയാം സാർ. Then, what's your opinion? സാർ, ഒരു ചാൻസ് കൂടി, ഞാൻ പരിഹാരം കാണാം. What the hell? He is not capable enough. തനിക്കെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? സർ, ഒരു 1 വീക്ക് ടൈം തരൂ സർ. നൗ ഐ എം ലേറ്റ് ഫോർ. ഹലോ ഹലോ. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒരു ചായയെങ്കിലും കുടിക്ക്. നമ്മുടെ ഈ പണക്ക് ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഇനി എന്തെങ്കിലും വേണോ സാർ? നിനക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊരു ചായ. ഓക്കെ സാർ. അല്ലെങ്കിൽ നിനക്ക് നിന്റെ കാര്യം മാത്രം വലുത്. എന്നെ അവോയ്ഡ് ചെയ്യാനാണെങ്കിൽ നീ അതെന്റെ മുഖത്ത് നോക്കി പറ പ്ലീസ്. ഉറങ്ങിപ്പോയി പോലും. അതൊന്ന് പറഞ്ഞോട് നിനക്ക്. നീ ചെയ്തോ? അവളുമാർക്ക് മെസ്സേജ് അയക്കാനും വിളിക്കാനൊക്കെ നിനക്ക് നേരമുണ്ടല്ലോ. ഇനി ഈ കണ്ണീരൊഴുക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? നമുക്കെല്ലാം ശരിയാക്കാടാ. ആ നീ ഹോട്ടൽ ഭക്ഷണം കഴിച്ചാണോ ജീവിക്കുന്നത്? ഇരിക്കുന്ന കോലം കണ്ടില്ലേ? നീ എത്ര ദിവസമായി മമ്മയെ വിളിച്ചിട്ട്? ഈ ജോലി ജോലി എന്ന് പറഞ്ഞ് നടക്കല്ലേ? പെണങ്ങല്ലേ? ഇന്ന് എന്തുണ്ടായാലും ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാം. നിനക്ക് തീരുമാനിക്കാം. ടുഡേസ് ഈവനിങ് ഡെഡിക്കേറ്റ് ഫോർ യു. ഇവന്മാരൊരു കാര്യം. ആ ബായ്. പാട്ടിലാണല്ലേ? പോയി. ഞാനും പറഞ്ഞു. भाई भाई मैं जा रहा हूँ इंटरव्यू. हाँ 10 मिनट रुको, मैं भी आ रहा हूँ. അയ്യോ ഞാൻ ഓൾറെഡി ലേറ്റ് ആണ്. ആപ്പ് ആരാം സെ കാം കറോ. വൈകുന്നേരം വന്നിട്ട് ചിക്കനും കൂടി ഒരു പിടി പിടിക്കാനുള്ളതാ. My bus. Bye. Number.
ഓട്ടോ എങ്ങോട്ടാ? പനമ്പള്ളിയാറ്. വണ്ടിയേക്കാളും സ്പീഡാണല്ലോ മീറ്ററിന്. എന്താ? ഒന്നുമില്ല. ചേട്ടാ ഇതിലല്ലല്ലോ പോണ്ടത്. ഇവിടുത്തെ ട്രാഫിക് കുറവാ. എന്റെ മറ്റേടത്തെ മൊബൈലും ഷൂട്ടിങ്ങും. നീ ആരാ? ജോഷി രാജോസോ അല്ല നികേഷ് കുമാറാ? ഇവിടെ എന്നെ പിടിക്കാൻ ഒരു ക്യാമറയും ഇല്ലടാ. ഈ കൊച്ചു കാലം കൊണ്ട് നീ നാട്ടിൽ തിരിച്ചു പോല. ഫോട്ടോ ഷൂട്ടും പോണാനോട്ട് ഓരോ വാര്യന്മാര്. എടാ എന്താ തീരുവോ? ഇന്ന് കുറച്ച് കൂടുതലിരിക്കണം. സമയം ടു ഫിനിഷ് ഇറ്റ്. നാളെ റിലീസിന് റേഷൻ്റെ കൂടെ സോണി ഉണ്ടാവില്ലേ? ഹേ, ഐ വാണ്ട് യു ടു ബി ഹിയർ ടുമാറോ. ഹിസ് വൈഫ് ഈസ് സിക്ക് ആൻഡ് ഹി വാണ്ട് ടേക്ക് ഹർ ടു ഹോസ്പിറ്റൽ. നീ നിൽക്കേ, നീ കോംബോ എടുക്ക്. പിസയും ബർഗറുമായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ? അവൻ്റെ ഒരു പിസ്സ. എടി ഞാൻ പിന്നെ വിളിക്കാം, നല്ല പണിയുണ്ട്. എടി നിന്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് സൗകര്യമില്ല. നാളെ മമ്മയോട് ചെല്ലാന്ന് പറഞ്ഞിട്ട് നടക്കുമെന്ന് തോന്നില്ല. പിന്നെ ഗെറ്റ് ലോസ്റ്റ് യു. അവളുടെ ഒരു എന്താടാ? എന്ത്? എനിക്ക് അടി കിട്ടിയടാ. എങ്ങനെ? എപ്പോ? നീ ഇന്റർവ്യൂവിന് പോയില്ലേ? ഇല്ലടാ, അടി ഓട്ടോ പിടിച്ചു വന്നു. ഹോളി ഷിറ്റ്. എന്താടാ പ്രശ്നം? ഞാൻ ഇപ്പൊ വിളിച്ച വേറൊരു കാര്യത്തിനാ. എന്ത് കാര്യം? നീ ഹോസ്പിറ്റലിൽ പോയില്ലേ? അടിയുടെ വിഷമം മാറാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് കാര്യം? DJക്ക് പോവാന്ന് വിചാരിച്ചു. നിന്റെ ഒരു കാര്യം. നല്ല പണിയുണ്ടാ. എപ്പോഴാ ഫ്രീ ആവണെന്ന് പറയാൻ പറ്റില്ല. എടാ, സെന്റ് തെരേസസിൽ 40 പിള്ളേർ ഇന്നത്തെ പാർട്ടിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ബ്രയൻ വിളിച്ചു പറഞ്ഞു. അതിന് ഒന്ന് ആലോചിച്ച് നോക്കടാ പൊട്ടാ. പകുതി റേറ്റിന് അവൻ ടിക്കറ്റ് റെഡിയാക്കി തരും. വയറ് നിറച്ച് കള്ളും ഡാൻസും ചിക്സും ബൂബ്സും. ഒരു 9:30 കഴിഞ്ഞാണേ നോക്കാം. നാളെ ഞായറാഴ്ചയായിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നേ. DJ എങ്കിൽ DJ. ഞാൻ അവരെയും കൂടി ഒന്ന് വിളിക്കട്ടെ. സാർമാർക്ക് സമയം ഉണ്ടാവുമെന്നറിയില്ല. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? പാച്ച് വർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥ മുറിവ് ഉള്ളിലാ. അതിനുള്ള മരുന്നുള്ളിൽ ചെല്ലണം. ഓക്കെ?
Open up your eyes, look into the streets, what's happening? Who's coming in? Who's coming in? I'ma get you into trouble like I was to the hell. And then the states erupts full of several spots and the gates. Transport the petrol price waits. The beast just finds a place the same fate. I'm really got to so. I just stubborn, no trouble the sun. So welcome a change. So let's welcome the change, just to get a relief. Though it's hard to believe that we can make it happen. Like we're rapping, you'll be clapping. Days be popping like we hopping. നീ നല്ലൊരു ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞേ, വൃത്തികെട്ടതിന്. അഗ്ലി. അതുപോരാ, കുറച്ചും കൂടി. ഡിസ്ഗസ്റ്റിംഗ്. ദാറ്റ്സ് ഇറ്റ്. ക്ലയൻസിന് നല്ല ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാ. ഇല്ലടാ, എഫ്റ്റിയിലൊന്ന് കമന്റാനാ. ഇന്നില്ല അവന്റെ പടം ഇറങ്ങിയ ദിവസമല്ലേ. അതിന് നീ ഈ പടത്തിനൊന്നും പോയില്ല. ഇവനെ എവിടെ നിന്ന് വന്നടാ? കമന്റ് ചെയ്യാൻ പടം കാണുന്ന വല്ല നിർബന്ധം ഉണ്ടോടാ? The most disgusting film I ever watched. അത് കലക്കളിയാ. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. ആശാനെന്താ ഇവിടെ? നിന്നെയാണ് കൈ വെച്ചത്? അതൊന്നുമില്ല ആശാനെ, ചുമ്മാ ഞാനതെല്ലാം ബ്ലോക്ക് ചെയ്തല്ല. ആരെന്ന് പറയടാ? അവനെ കൊച്ചി കിടന്ന് വണ്ടി ഓടിക്കില്ല, കുറച്ച് ദിവസമായി കായ്ത്തിരിപ്പ് തീർത്തിട്ട്. അയ്യോ, അതിന് മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ആശാനെ. അവന് വേണ്ടത് ഞാൻ അപ്പൊ തന്നെ കൊടുത്ത്. അങ്ങനല്ലോ നമ്മ കേട്ടത്. ഇവനെ നമ്മുടെ പയ്യനാ, ചോദിക്കാനും പറയാനും ആരില്ലെന്ന് കരുതണ്ട. ഈ ആശാൻ എന്ന് പറഞ്ഞാലേ നല്ല സ്മരണയുള്ള ആളാ. ഈ ചെക്കൻ എനിക്ക് മറക്കാനൊക്കെ ഇല്ല, അത്രയ്ക്ക് ഉപകാരിയാ. പോരുത് ബായി പറ ബായി, ഏതവനായാലും ഉമ്മ പൊക്കിയിരിക്കും. ബായി അത് എനിക്ക് തീർക്കാവുന്ന കേസേ ഉണ്ടായിരുന്നുള്ളു, ഞാൻ അപ്പൊ തന്നെ സോൾവ് ആക്കി. സോൾവ് ആക്കിയാ? ആ എങ്കിൽ നമ്മ പോവാണ്. മക്കളെ കഞ്ഞി കുടിച്ചിരിക്കും. ജോലി വല്ല ശരിയായ? ഇല്ല, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണ്ട്. എന്നാ കാണാ. നീ പറഞ്ഞില്ലേലും ഞങ്ങൾ അവനെ പൊക്കിയിരിക്കും. കൊച്ചി എനിക്കേ ദാ ഈ ഉള്ളംകൈയിലെ രേഖ പോലെ കൃത്യമാ, കൃത്യം. നമ്മ പടിയാവട്ടെ ബായി. ഇതെന്താണ് ഇത്? ആരാടത്? കോപ്പ്. സോഷ്യൽ കോസിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ച പണിയായല്ല. എടാ സുബ്രു, അവരാരെന്നറിയോ? ഉപ്പായി ഇതൊക്കെ അറിഞ്ഞാണ്ടല്ലോ. നല്ല കണക്ഷൻ. കണ്ട ഗുണ്ടകളൊക്കെ തിരക്കി വരാൻ നീ ആര്? ബിലാൽ കുരിശിങ്കലോ? കോട്ടേഷൻ ടീമായിട്ടാ കളി. ഇത് നിന്റെ പാലക്കാടത്തെ അഗ്രഹാരമൊന്നല്ല, ഇത് കൊച്ചിന്. കൊച്ചി കൊച്ചി പഴയ കൊച്ചിയല്ലെന്നറിയാം, പക്ഷെ സുബ്രു പഴയ സുബ്രു തന്നെയാ. അതെന്താ? അന്നും എനിക്ക് പണിയില്ല, ഇന്നും എനിക്ക് പണിയില്ല. അളിയ ഒരു പറ്റു പറ്റിപ്പോയി. 20 രൂപയുടെ റീചാർജ് കൂപ്പൺ ചുരണ്ടി കൊടുത്തപ്പോ തുടങ്ങിയ ബന്ധമാ. ഇതിപ്പോ ഇങ്ങനെ ഒരു വള്ളിയാവുമെന്ന് ഞാൻ വിചാരിച്ചാ. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി യാർ. എന്നാ പിന്നെ പറഞ്ഞാ മതി. നീ പോയിട്ടേ മറ്റേ സാധനങ്ങൾ മേടിച്ചിട്ടോ. Where's the list, man? ചാർത്ത എവിടെയാണെന്ന് പറയാ. ചാർത്തോ? ചാർത്ത അവിടെ ഫോട്ടോയ്ക്ക് പിറകിൽ പവിത്രമായിട്ട് വെച്ചിട്ടുണ്ട്. കുളിച്ച് ഈറൻ മാറിയിട്ട് അങ്ങോട്ട് മേടിച്ചിട്ട് വരിക. നാളെ കർമ്മുള്ളാണേ.
എന്നാ പിന്നെ നോമങ്കടാ. കളിച്ച് കളിച്ച് കൊളവാക്കണ്ട. ഐ ഏഭിൻ. ഇതൊക്കെ ഫ്രഷ് ആണല്ലോ, ചീഞ്ഞൊന്നുമില്ലേ? മണമൊന്നുമില്ലട്ടാ. ആയാ സാധനം റെഡിയാ. എടാ നിന്നോടല്ല അവിടെ പോയി നിക്കാൻ പറഞ്ഞേ. ആരെങ്കിലും അറിഞ്ഞ നാറുട്ടാ. ദേ പോവാണ്. പിന്നെ തല അടിച്ച് മാറ്റിയേക്കരുത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള. എടാ കണക്ക് പറയാണ്ട് പോയി നിക്കടാ. ഇവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. നീ അവിടെ ഒന്നും ആരുമില്ല. നീ പിടയ്ക്കാൻ നിക്ക്, ഇതൊന്നാവട്ടെ. ഈ പട്ടയം കരയാകുമ്പോ എപ്പോഴാടുന്നത്? അതൊക്കെ നമുക്ക് ടച്ചിങ്സിന് എടുക്കാം. അല്ലെന്ന്, അത് ഇതിന്റെ അകത്ത് ഇടണ്ടേ? ആക്ക് ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ടെന്ന്. ആ എക്സൈസ് ഓടാ. നിയാസ്ക വാ. നിയാസ്ക ബാക്കിയുള്ളവന്മാരൊക്കെ എന്തിയടാ? ഉണ്ട്. എന്താ ചക്കന്മാരെ പരിപാടി? എടാ പന്നികളെ, അപ്പൊ ഇതായിരുന്നല്ലേ ഇവിടുത്തെ ഇടപാട്? എടാ ആറാമ്പറപ്പ പേര് പെടക്കാക്ക നാണമില്ലടാ. ഞാൻ പോണ്. പെണങ്ങല്ല നിയാസ്ക, നിക്ക്. ഈ വഴി പോയിപ്പോ ഒന്ന് കേറിയെന്നുള്ളൂ. ഒരു പാർട്ടിനെ ഫ്ലാറ്റ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. നിനക്കൊക്കെ പറ്റിയ പീസാന്ന് തോന്നുള്ളൂ. അത് വരുമ്പോ കണ്ടാ മതി. അതൊരു സസ്പെൻസ്. എന്താ അവന്റെ ഉന്മേഷം? നിനക്ക് പണി വല്ലതും ആയോടാ? നിങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങല്ലേട്ടാ. എടാ ഈ എറണാകുളത്ത് വെറുതെ നിന്നാ മതി, വൈകുന്നേരം 500 കിട്ടും. അപ്പോഴവന്റെ ഇന്റർവ്യൂ. പക്ഷെ നമ്മുടെ ഒരു ക്വാളിറ്റിക്ക് പറ്റിയ ജോബ് കിട്ടണ്ടിക്ക. ചെക്കൻ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല നിയാസ്ക. കൃത്യമായിട്ട് പൈസ ബാങ്കിലോട്ട് എത്തണ്ടല്ലോ ദുബായിൽ നിന്ന്. കാരണന്മാരെ പറഞ്ഞാൽ മതിയല്ലോ. ദേവന്റെ മുസീബത്ത്. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. കസ്റ്റമർ കെയർ ഇങ്ങനെ ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ. Hello, Mr. Nias. Nias is the calling. Tell. Okay, I want to talk to Mr. Nias. I am Mr. Nias. I calling. Tell. Actually, I am Ranjini, calling on behalf of... Oh, Ranjini. Asian star singer. I love Ranjini. Poor Ranjini. No, sir. I am Ranjini. What Ranjini? I would like to inform you that you are selected as our VIP customer. I know VIP. I jockey. Sometimes I Puma. You VIP? Oh, very bad. Sir, this is for updating your status. Status I am single. You are single? Then we are double. Sir, is there any problem with language? No. I am talking to English. I am the English. You are the English. So we are the English. Sorry, sir. I will contact you later. Thanks for your cooperation. No cooperation. I am Panchayat. Ponnari Mangalam Panchayat. You are Panchayat? Hello? എടാ മിടുക്ക, ഞാൻ 2 ആഴ്ച വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യ നീ 2 മിനിറ്റ് കൊണ്ട് സാധിച്ചത്. ഓ നിന്റെ ബുദ്ധി അപാരം. പുറത്ത് കാണിക്കല്ലേട്ടാ. എന്നെ ഞാൻ പോട്ടെ. നിയാസ്ക, ഇത് പുറത്താരോടും പറയരുതട്ടാ. എന്ത്? വാട്ട് 69? പിന്നെ ഞാൻ നോട്ടീസ് അച്ചടിക്കാൻ വേണ്ടി പോവാല്ലേ? അത് മതി. പിന്നെ ഒരു കാര്യം, ബാച്ചിലേഴ്സ് ആണെന്ന് പറഞ്ഞ ഫ്ലാറ്റ് പോയിട്ട് വീട് പോലും കിട്ടാത്ത അവസ്ഥയാ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളായിട്ട് എനിക്കൊരു പണി ഉണ്ടാക്കരുത്. റോട്ടി കിടക്കേണ്ടി വരും. അതോർത്താ നിങ്ങൾക്ക് നല്ലത്. എടാ ചൂടാറാതെ കോർക്കിടാൻ പാടില്ലെന്ന്. ഇതെന്തു ഇവന് മാത്രം സ്പെഷ്യല്? എങ്ങനെ? ആരാ മാർക്കറ്റിൽ പോയി വെള്ളം വാങ്ങിച്ചത്? ഈ ഞാൻ. ആരാ റൊട്ടിപ്പൊടി വാങ്ങിച്ചത്? ഈ ഞാൻ. പട്ട കരയാമ്പോ ചീഞ്ഞ പാടം ഇതൊക്കെ മേടിക്കാൻ ക്യൂ നിന്ന് ആരാ? ഈ ഞാൻ. ഈ കോറിഡോറിൽ പോയി മണം പിടിച്ചു നിന്ന് ആരാ? ഈ ഞാൻ. അപ്പൊ ഈ തല അടിക്കേണ്ടത് ആരാ? ഈ ഞാൻ.
ഇത് മുഴുക്കടിച്ചിട്ട് വാള് വെക്കാൻ പോണേരാ. നീ ഞാൻ ആ, അത് correct. ആ. ഹലോ എടാ എന്നാ പോടാ. Here we go again. Aren't you clever? Feels like forever. Wondering when you call. Well, Mr. Subramaniam, what is your strength and weakness? Strength is my friends. Weakness. Aren't you clever? It's a long way down. സിംസൺ പോകോ ചാനല്ല കണ്ടിട്ടില്ലേ? ചിരി ചിരിച്ച് ചാകും. സോറി മാം, ഐ ഫോർഗോട്ട് ടു പുട്ട് ഇറ്റ് ഇൻ സൈലന്റ് മോഡ്. ഇറ്റ്സ് ഓക്കെ. Aren't you clever? It's a long way down. What is the difference between confidence and overconfidence? എനിക്ക് ഈ ജോലി കിട്ടുമെന്നുള്ളത് കോൺഫിഡൻസ്. ജോലി കിട്ടിക്കഴിയുമ്പോൾ ഈ മാഡത്തിന് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഈ ചെയർ കയറിയിരിക്കും എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ്. It's a long way. ഇയാള് ഫോണൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഫ്രീ ആകുമ്പോൾ സൗകര്യം പോലെ വന്നാൽ മതി. സോറി മാം, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ. ഗെറ്റ് ഔട്ട്. സോറി. ഗെറ്റ് ഔട്ട്. മാം, യു ആർ സോ സെക്സി ഇൻ സാരി. Get out, you! എന്താണ് വിളിച്ചത്? ഞാൻ ഒരു മീറ്റിങ്ങിലായിരുന്നു. 30%? ഓ, ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു ഓഫർ കിട്ടാൻ വേണ്ടി എത്ര നാളായി കാത്തിരിക്കണ്. താങ്ക്സ് മച്ചാ. ഇനി സുബ്രുന്റെ ഗെറ്റപ്പ് കണ്ട് കൊച്ചിയിലെ ഗേൾസൊക്കെ സ്റ്റണ്ടാകും പടി. എടാ അമ്മ കോൾ വെയിറ്റ്, ഞാൻ വിളിക്കാം. അമ്മ, ഇന്നത്തെ ഇത്തിരി ടഫായിരുന്നു, പക്ഷെ നാളത്തെ ഞാൻ சரியா ப்ரிப்பேர் பண்ணாததுனால தானே. சரி சரி அங்க எங்க வெட்டி சுட்டாதே இன்னாச்சும் போய் ப்ரிப்பேர் பண்ணு இல்லனா நாளைக்கு டஃப்பா இருக்கும். ഓക്കെ ഓക്കെ. ഈ എവിടെ പോയി കിടക്കണ സി? എത്ര നേരമായി ഫോൺ ചെയ്യണ്? ഈ ഇപ്പൊ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ പറയണ കേക്ക്. ഓനുണ്ടോ ഷെഫി അവിടെ? ഓന്റെ കോച്ചിങ് ക്ലാസ്സിൽ നിന്ന് മാഷി വിളിച്ചിക്ക്. ഓനെ കൊണ്ട് കഴിയൂലാന്ന്. ഇത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെട്ട് അവനെ പഠിപ്പിക്കണേ. ഗുഡ് ഈവനിങ് സർ. ഷുവർ സർ. ഓഡിയൻ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സർ. സർ, ക്ലയൻറ്റിനോട് ചോദിച്ചിട്ടാണ് സ്വിച്ച് ചെയ്തത്. സോറി സർ, സെല്ലിംഗ് ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാ. ക്ലയൻറ്റിനെ നേരിട്ടാണ് സംസാരിച്ചോളാം. എടി നീ ആദ്യം ഞാൻ പറയുന്ന കേക്ക്. അവളെൻ്റെ കോളേജ് മേറ്റ് ആയിരുന്നെന്ന് ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിക്കാനാ? ഓ, അപ്പോൾ ഇനി ഓരോരുത്തരെ ആഡ് ചെയ്യുമ്പോൾ നിന്നെ വിളിച്ച് അറിയിച്ചോണ്ടിരിക്കാം. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണ്ടേ? എപ്പോഴെപ്പോഴും നിന്നെ കാണണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുക? കെയറിങ് 24 മണിക്കൂർ ഫോൺ കോൾ SMS അയക്കലുവാ? അമ്മ ഇല്ല, എങ്കിൽ അവളെ ഈസി ആവുന്ന വേല അടയ്ക്കരുതില്ല. நான் என்ன வேணும்னா இன்டர்வியூவில் ஃபெயில் ஆகுறது. நீங்கள் சொன்ன மாதிரி மாற்றி மாற்றி சட்டையை போட்டேன், எவ்வளோ கோலுக்கு போனேன், எத்தனையோ தேங்காய் உடைச்சேன். ஆனால் அவங்களுக்கும் என்ன பிடிக்கணும்ல. ഞാനേ ഇവിടെ കിടന്ന് സുഖിക്കൊന്നുമല്ല. അനിയനെ എങ്ങനെയെങ്കിലും പഠിച്ച് രക്ഷപ്പെട്ട് കഴിഞ്ഞാലേ പകുതി ഭാരം തലേന്ന് പോവല്ലോ എന്ന് ഓർത്തിട്ടാ. ഇവർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. കാലത്ത് തുടങ്ങി വൈകിട്ട് വരെ നമ്മൾ തന്നെ കിടന്ന് ഓടണം. നീ ഇത്ര സില്ലി ആവല്ലേ ഷാരോൺ? നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഫോൺ വെച്ചിട്ട് പിടിപ്പില്ലേ? நீங்கள் இப்படி என்ன டார்ச்சர் பண்ணிட்டே இருங்க. ഞാൻ വിളിക്കാം. എന്താ പോയി? എന്നാ പറ്റി? എന്നാന്ന് പറ. വേറൊന്നുമില്ലടാ, അത് ഞാൻ വീണ്ടും ഉപ്പയാകാൻ പോകുന്നു. റൈറ്റ്? നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നു? സന്തോഷിക്കല്ലേ വേണ്ടത്? നിനക്കങ്ങനെ പറയാം. ഓരോ മാസം എങ്ങനെ തള്ളി നീക്കണ്ടെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാ ഇങ്ങനെ ഒരു ചെലവ്. ഓ, ഇത് കേട്ടാ തോന്നി ഇയാളുടെ ബീവി കാറ്റോളാൻ നിന്നപ്പോ വെറുതെ അങ്ങോട്ട് ഗർഭിണിയായതെന്ന്. പോടാ, അതെന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ കാലാവസ്ഥയിലാണ്. മഴക്കാലത്ത് ഞാൻ നാട്ടിൽ പോകില്ലെന്ന് വിചാരിച്ചതാ. ഇപ്പം മഴ വരേണ്ട സമയത്ത് വെയിൽ വരേണ്ട സമയത്ത് മഴ. തേങ്ങ വല്ലതും ഇരിക്കണ്ടോ ഒഴിക്കാൻ? എടുക്കട്ടെ.
friends, for the next few hours, we are going to forget our past, present, and future. അപ്പൊ നമ്മളിതുവരെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കായിരുന്നു. ഓ ഈ പൊട്ടനെ കൊണ്ട് തോറ്റു. എന്റെ സുബ്രു, നീ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുടിച്ചൂടെ? പട്ടേൽ ആരെങ്കിലും വെള്ളം ഒഴിക്കുക ഉപ്പായി. സ്ട്രെങ്ത് എനിക്കറിയില്ല, ഞാനൊന്ന് നോക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിക്കാല്ലേ? അതാ നല്ലത്. അയ്യോ, ഇതൊക്കെ ആദ്യം പറയണ്ടേ? ഇത് ഉപ്പായിട്ട് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക്. Cheers. Cheers. എടാ കോപ്പുകളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മൂത്ത പുത്രന്റെ അവസ്ഥ എന്താണെന്ന് അറിയോടാ? രണ്ടെണ്ണം വിട്ടപ്പോ ഉപ്പായി ഫിറ്റായി. പോടാ. അത് വിട്, ബാപ്പയാണ് എന്റെ ട്രീറ്റ്. ഇതൊക്കെ തന്നെയല്ലേ എന്നും പരിപാടി. നിനക്കൊക്കെ എന്തു നോക്കാനാ? നീയൊക്കെ മാസം അയക്കുന്നു നോക്കി വീട്ടിൽ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോടാ? ആയനു, എന്നാണ്ട് വിശേഷം? നീ ഷാരോണിനെ വഴക്ക് പറഞ്ഞോ? ഏയ് ആസ് യൂഷ്വൽ ടോക്ക്, അറിയാലോ. അനു ഒരു അഫയർ ഉണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് എന്റേതായ സ്പേസ് കൂടി വേണ്ടേ? അത് നീ അന്ന് ആലോചിക്കണമായിരുന്നു. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞു പോയ കാര്യമല്ലേ. പിന്നെ ഉപ്പായിക്കാം, അത് പറ്റൂല. ഉപ്പായി ഫിറ്റാണ്. സൗകര്യം ഉണ്ട്, സ്നേഹിച്ചാ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. അവനെ പാട്ടി. യാ, വിൽ ടോക്ക് ടു യു ലേറ്റർ. എടാ ഉപ്പായി, എനിക്ക് കുറെ നാളായിട്ടൊരു സംശയം. നിങ്ങൾ മാപ്പിളമാരെന്തിനാ ഈ മുണ്ട എടുത്തോട്ട് കൊടുക്കണത്? അത് പണ്ടുപോലെ അങ്ങനെയാടാ. അതെ, എനിക്കൊരു സംശയം. ഈ ബ്രാഹ്മണന്മാരുടെ വീട്ടിലേ നീ മാത്രം എന്ത് കരിഞ്ഞു പോയേ? അതെ, ഞാൻ വയറ്റിലായിരുന്നപ്പോ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ എൻ്റെ അമ്മയ്ക്ക് കുറെ അയൺ ടോണിക്ക് കൊടുത്തു. കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേന്ന് കരുതി അമ്മ അത് മുഴുവൻ വലിച്ചു കയറി കുടിക്കുകയും ചെയ്തു. അവസാനം ഇരുമ്പിന്റെ അംശം കൂടി കൂടി ഞാൻ ദേ തുരുമ്പ് പോലെ. അത് കറക്റ്റായിരിക്കും. അടിച്ചല്ലേ ഇറങ്ങി ഒന്നുകൂടെ ഇനി സെൽഫ് സർവീസ് ആണ്. കടവുളെ കാപ്പാത്തുകോ. എനിക്ക് മടുത്തടാ. അവിടുത്തെ എന്തിനും ഏതിനും ഞാൻ തന്നെ വേണം. ശല്യപ്പെടുത്താനാണെങ്കിലും സ്വന്തമെന്ന് കരുതുന്നവരെ നമ്മളെ വിളിക്കുന്ന ഒരു സുഖല്ലടാ. സുഖം നിനക്കറിയാനിട്ടാ. അത് ശരിയാ, എനിക്കറിയില്ല സ്വന്തവും ബന്ധവും അതിന്റെ സുഖമൊന്നും. മൂപ്പ എന്താ തന്നെ പ്രശ്നം? ഞങ്ങളോട് മനസ്സ് തുറക്കാൻ പാടില്ലേ? തുറക്കാടാ, ഞാൻ തുറക്കാം. 6 കൊല്ലമായി ഞാൻ അവളെ പ്രേമിക്കാൻ തുടങ്ങിയിട്ട്. ഏത് നേരവും അവൾക്ക് തന്നെ ഡൗട്ടാ. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം ഇതാ. ആരാണ് മനസ്സമാനത്തോടെ കള്ളു കുടിക്കാൻ നോക്കാത്ത? ഗുഡ് ഈവനിങ് മാഡം. ഹലോ സഞ്ജയ്. യെസ് മാഡം, പറയൂ. നിങ്ങൾ എന്താ പറഞ്ഞത്? 3 വർഷം കൊണ്ട് ഇരട്ടിയാവുന്നല്ലേ? എന്നിട്ട് ഇപ്പൊ എത്ര മാർക്കറ്റ് റേറ്റ് എന്ന് അറിയാമോ? എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത കാശ് തിരിച്ചു കിട്ടിയാൽ മതി. ലെറ്റ് മീ സീ മാഡം. പോയി പെണ്ണുമ്പളെ എന്തോന്നടേ, മനസ്സമാനത്തിന് വേണ്ടി 2 പെഗ് എടുക്കാന്ന് വെച്ചത്, എന്നിട്ട് രക്ഷയില്ലല്ല. അറ്റ്ലീസ്റ്റ് ആ കോപ്പ് സ്വിച്ച് ഓഫ് എങ്കിലും ചെയ്തു. നമുക്ക് ഈ റൂമിൽ മൊബൈൽ ക്യാമറ വെക്കാം. എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, വരാനുള്ളത് ഓട്ടോ പിടിച്ചു വരും. അത് വരും. ഈ മറ്റേടത്തെ കുന്ത്രാണ്ടുള്ളതുകൊണ്ട് മനുഷ്യനിവിടെ മനസ്സമാനത്തോടെ ജീവിക്കാൻ പോലും പറ്റില്ല. ഉറങ്ങി എണീക്കുമ്പോ തുടങ്ങും, എഴുതിരിച്ചാ പയ്യ വിളക്കിയാച്ചാ ഇന്റർവ്യൂ എടുക്കല്ലേ, കോയിൽക്ക് പോടാ, പണ്ടാറടക്കാൻ തേങ്ങ മുടക്കടാ, തൂങ്ങിവിടെ പച്ചാ. അത് ശരിയാ, നമുക്ക് വേണ്ടി ഇത്തിരി സമയം പോലും മാറ്റി വെക്കാൻ ഈ കാരണം പറ്റണില്ല. ശരിയാടാ, എവരിബഡി ഈസ് ഡിക്റ്റേറ്റിംഗ് us. Who are they to command us? നമ്മളല്ല ഇതിന്റെ അടിമകളാടാ. ബ്രിട്ടീഷുകാർ പോലും
ഇങ്ങനെ നമ്മളെ തളച്ചിട്ടിട്ടില്ല. വലിച്ച് പൊട്ടിക്കടാ ഈ അടിമ ചങ്ങല. എന്ത് പണിയാടി കാണിച്ചത്? കള്ളുടിച്ച വയറ്റി കിടക്കണം. എന്റെ ജീവിതം അതിൽ തീർന്നു പോകും. ഇനി മുതൽ ഞാൻ ഈ സാധനം കായും കൊണ്ട് വരില്ല. ഇതാണ് എന്റെ മനസ്സമാധാനം കളയുന്നത്. ലോകത്തെന്തോരോ ആളുകൾ മൊബൈൽ ഉപയോഗിക്കാതെ മനസമാധാനമായിട്ട് ജീവിക്കുന്നു. ടോം ക്രൂസ്, എൽട്ടൺ ജോൺ, നമ്മുടെ സ്വന്തം ജഗതി ചേട്ടൻ. എന്തിന് ആസിഫ് അലി പോലും മൊബൈൽ കൈ കൊണ്ട് തൊടുന്നില്ല. ശരിയാടാ, നമ്മൾ എന്തോരം പൈസ ഇതിനു വേണ്ടി ചെലവാക്കണേ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്തോരം കമ്പനികൾ അവിടെ ഉണ്ടായി വന്നേക്കണേ നമ്മുടെ പൈസ മുടിക്കാനായിട്ട്. നമ്മുടെയൊക്കെ തലയ്ക്ക് മീതെ എത്രയോ കോളുകൾ പറന്നു നടക്കും. എന്തുമാത്രം മെസ്സേജുകൾ ഒഴുകി നടക്കും. അതെന്റെ അമ്മയുടെ കോള്. ഇത് നിന്റെ ഷാരോന്റെ മെസ്സേജ്. ഇത് പൈട കെട്ടിയുള്ള കോള്. അത് നിന്റെ ബോസിന്റെ മെസ്സേജ്. വെയിറ്റ് ഞാൻ പറയാം. നമ്മൾ 4 പേരില്ലേ, നമ്മൾ 4 പേരും ജീവിതത്തിൽ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നില്ല. സമ്മതാണോ? ഡൺ. നോ. ചരിത്രപരമായ തീരുമാനങ്ങൾ നമ്മളിങ്ങനെ നിസ്സാരമായിട്ട് എടുത്തുകൂടാ. Come with me. Wow. Yes. This is the right place. Twinkle, twinkle, little stars. എടാ, ഈ നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാ. 9744497939. ഈ നമ്പർ ഇനി ഇല്ല. സുബ്രു എന്ന വ്യക്തി മാത്രം. എനിക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടോ? ഞാൻ പോണേ. റെഡി? പോട്ടെ. അയ്യോ, അതെ, ഈ പ്രോമിസിന് ഞാനും തെറ്റിക്കാൻ പാടില്ല. അഥവാ തെറ്റിക്കുന്നവർക്ക് ഇനി ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത പണിഷ്മെന്റ് കൊടുക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ കൂടുതൽ ആര് പ്രോമിസ് ബ്രേക്ക് ചെയ്യുന്നുവോ അവൻ 10,000 രൂപ ഫൈൻ അടക്കണം. 10,000 രൂപയുടെ ഫോൺ അവിടെ എറിഞ്ഞു പൊട്ടിച്ച് കണ്ടല്ലടാ. പിന്നെ 10,000 രൂപ. ഞാനൊരു കാര്യം പറയാം. ഇതിൽ ആര് പ്രോമിസ് തെറ്റിക്കുന്നതോ അവൻ MG റോഡിലാണ് ഇതേപോലെ സ്ട്രീക്ക് ചെയ്യണം. അതൊന്നും ശരിയാവൂല. അതിന് നമ്മൾ ആരും പ്രോമിസ് ബ്രേക്ക് ചെയ്തില്ലല്ലോ. ബ്രേക്ക് ചെയ്തില്ലേ പിന്നെ നമ്മൾ പേടിക്കണം. എന്താടാ? എടാ, ഒരു മിസ് അടിച്ചേ. എന്ത്? ഒരു മിസ് അടിക്കാൻ. എന്താ ഉപ്പായി രാവിലെ തന്നെ മൂപ്പം മിസ് കോൾ അടിക്കാൻ പറയണ്ട. മൂപ്പം ബ്ലാക്ക് ഔട്ട്. മൂപ്പൻ ഇന്നലെ നടന്നൊന്നും ഓർമ്മയില്ലേ? എനിക്കെന്താ ഓർമ്മ മാത്രം. എന്റെ മൊബൈലും കാണില്ല. അതെ മൂപ്പ, ഇന്നലെ ഫസ്റ്റ് റൗണ്ടിൽ എന്താ സംഭവിച്ചേ? ഫസ്റ്റ് റൗണ്ട് നമ്മളെല്ലാരും കൂടി ഉപ്പായിക്ക് ജിയേഴ്സ് പറഞ്ഞു. പിന്നെ ഇവന് ഷാരോന്റെ കോള് വന്നു, അനുവിന്റെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാരും കൂടി പാട്ട് പാടി. പാട്ടോ? കളിപ്പിക്കാ കാര്യം പറയണ, എനിക്കൊന്നും ഓർമ്മ കിട്ടില്ല. നമ്മളെല്ലാരും കൂടി ബാൽക്കണി പോയി മൂത്രം ഒഴിച്ച് ഓർക്കണ്ട. ബാൽക്കണിയിലാ? അപ്പൊ ഇന്നലെ നിന്റെ ക്ലയന്റ് വിളിച്ചത് ഓർമ്മയില്ല? എന്നെ ക്ലയന്റ് വിളിച്ചിരുന്നോ? എടാ, എന്റെ മൊബൈലും കാണില്ല. ആരൊക്കെ വിളിച്ചിട്ടുണ്ടാവും.
എന്തിത്ര തൊളിക്കാൻ? എടാ നായ, ഇന്നലെ നീ ഒറ്റ പറഞ്ഞിട്ടല്ലേ നമ്മൾ 4 ആളും കൂടെ മൊബൈൽ വേണ്ടാന്ന് തീരുമാനിച്ചേ? മൊബൈൽ ഉപേക്ഷിക്കാനോ? ആ, കള്ളുടിച്ച് എന്താ പറഞ്ഞു കരുതി? എനിക്ക് ഭ്രാന്ത് പിടിക്കണട്ടാ. എന്റെ മൊബൈൽ ആരെടുത്താ? മൂപ്പന്റെ മൊബൈൽ ആ ഹാളിൽ ഒരു 65 കഷ്ണമായിട്ട് കിടപ്പുണ്ട്. പോയെടുത്തോ. പോടാ. മൂപ്പൻ തന്നെ അത് എറിഞ്ഞു പിടിച്ചത്. എടാ എനിക്ക് മൊബൈൽ ഇല്ലാണ്ട് പറ്റില്ല. ഡെയിലി മോർണിംഗ് എനിക്ക് ക്ലൈന്റ് ഇന്ററാക്ഷൻ ഉള്ളതല്ലേ, അത് നിങ്ങൾക്കും കൂടി അറിയാവുന്നതല്ലേ. ഓ, ഇതാണ് ഇത്ര വലിയ കാര്യം. എടാ 100 കണക്കിന് തരണിമണികളുടെ നമ്പറുള്ള സിമ്മ ഇയാൾ പറഞ്ഞിട്ട് ഞാൻ പൊട്ടിച്ചു കളഞ്ഞത്. അപ്പഴാ ഇത് ഉപയോഗിക്കാനുള്ള നിബന്ധന വെച്ചത് മൂപ്പൻ തന്നെയാ. എന്ത്? MG റോഡിൽ പബ്ലിക് ആയിട്ട് സ്ട്രീക്ക് ചെയ്യണമെന്ന്. നീ അപ്പൊ ആലോചിച്ചിട്ട് തീരുമാനം എടുക്ക്. രാവിലെ തന്നെ കുറച്ച് പരിപാടി ഉണ്ട്. മൂപ്പ ആലോചിച്ചിട്ട് പറ. എടാ എടാ മൂപ്പൻ എന്ത് തീരുമാനിച്ചു? വാ പോ. എന്ത് വണ്ടി എടുക്കണ ചേർന്ന്? എനിക്ക് ആരും പേടിയൊന്നുമില്ല. യു മീൻ സ്ട്രീക്കിംഗ്? എടാ നീ എന്തായി പറയണേ? ഏയ്, താനൊന്നും മിണ്ടണ്ട. മൂപ്പർ റെഡിയാണെങ്കിൽ പിന്നെ തനിക്കെന്താ കുഴപ്പം? എന്തറിയണ്ട നീ? ഉപ്പായി, മൂപ്പന്റെ ആത്മധൈര്യത്തെ താൻ സംശയിക്കരുത്. അവനൊരു പുരുഷനല്ലേ. നീ വേഗം ഭക്ഷണം കഴിച്ചേ, നീ വേഗം റെഡിയാക്കിയേ. അല്ല, ഞാനല്ല റെഡി ആവണ്ട. ഓക്കെ, ഞാനിപ്പോ റെഡി ആയിട്ടോ. ഒറ്റ മിനിറ്റ്. മൂപ്പ താൻ്റെ പെണ്ണുങ്ങൾ പോലെ നടക്കുന്ന ഉണ്ടാവണ്ടല്ലോ, ഒരു കാര്യമില്ല. മൂപ്പന് പാണ്ട് വരാൻ പറ്റില്ലല്ലോ. അതിന് മൂപ്പര് നെറ്റ് പ്രാക്ടീസ് മാത്രമല്ല അറിയൂ. എന്തൊക്കെ ഡയലോഗായിരുന്നു. ഐസവന്റെ പെർഫോമൻസ് ആയിരിക്കും പറഞ്ഞിട്ട് പെൻഡിയത്തിന്റെ അത്ര പോലെ കണ്ടില്ല. കൊറേ നേരമായി എനിക്കിട്ട് താങ്ങണ്. ക്ഷമിക്കണേനൊക്കെ ഒരു പരിധി ഉണ്ടട്ടാ. നമ്മളൊക്കെ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും, അതാണല്ലോ ആണത്തം. ഓ, അപ്പൊ മൂപ്പനിന് എന്തൊക്കെ മേടിക്കണം? വള, മാല, ലിപ്സ്റ്റിക്. സ്വർണത്തിന്റെ വില കൂടിയോടി. നിനക്ക് എന്റെ ആണത്തം കാണോടാ? വാടാ കാണിച്ചുതരാം. മൂപ്പ ഞങ്ങളൊരു തമാശക്ക് വണ്ടി കയറുന്നവരെ ഞാനും തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇനി എനിക്ക് അങ്ങനല്ല. ഇനി ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ മൊബൈൽ ഉപയോഗിക്കുന്ന കണ്ട അപ്പൊ കാണാം. എടുക്ക വണ്ടി. ഇവിടെയോ? ഹലോ ഇക്കാക്ക, ഇത് ഞാനാ. മൊബൈൽ എന്താ സ്വിച്ച് ഓഫ് ആയിരിക്കണേ? എടി, അത് ഹസി, എൻ്റെ മൊബൈൽ മിസ്സായിക്കണ്. എങ്ങനെ? അറിയില്ല എടി. ഞങ്ങളെല്ലാരും കൂടെ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിരുന്നു. അവിടെ വെച്ചാണെന്ന് തോന്നുന്നു. ഇന്നലെ തന്നെ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് കിട്ടും. സഞ്ജയ് വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അതൊന്നും എനിക്കറിയില്ല എടി, തിരക്കില്ല. നീ ഒന്ന് വെച്ചേ. ഈ ഫോൺ പേഴ്സണൽ യൂസിനുള്ളതല്ല. ഞാൻ പിന്നെ വിളിക്കാം. സർ, എമൻഡാമിന് സെൽ കോൾ വന്നിട്ടുണ്ട്. ടാർഗറ്റ് എത്രയാണ്? ടാർഗറ്റ് 902. എന്നാൽ 2 ലോട്ട് സെല് ചെയ്തോളൂ. ഓക്കെ സാർ. Sanjay, come to my office. Yes, sir. Where were you last night? Sir. Where's your mobile? Is it dead and gone to hell? I have called more than 20 times to your mobile. It was switched off. Look, you have the responsibility to pick the phone at any time, anywhere, under any circumstances. And you are so lazy to violate the company rules and agreements that you have made with the company. സഞ്ജയ്, കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് കമ്പനിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോബ്ലംസ് എത്രയാണെന്നറിയോ? അനിത, bring that printouts. See, ഇന്നലെ എനിക്ക് വന്ന കംപ്ലൈൻസ് മുഴുവൻ നീ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. Give it to him. Check it. All are complaints against you that you are not picking the phone. Tell me, where's that bloody mobile? Sir, I am not going to use mobile anymore. Sorry? Sir, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഞാനൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഇനി എൻ്റെ ലൈഫിൽ മൊബൈൽ ഫോൺ ഉണ്ടാവില്ല സർ.
What rubbish and nonsense you are saying? Hey, are you normal? കഴിയില്ലെങ്കിൽ ഇട്ടിട്ട് പോടോ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താതെ. How you are going to do this job without mobile? This is going to affect your job. Sir. Anyway, you have to give explanation for last night performance. You may collect memo from Anita. Please go out. Don't make me mad. Not using mobile. Idiot. മിസ്റ്റർ വിപിൻ ജെയിംസ് ആരാണ്? വരൂ. എന്താ പേര്? സുജിത. എവിടുന്നാ? എറണാകുളം. എത്ര വേക്കൻസി ഉണ്ടെന്ന് അറിയോ? അറിയില്ല. മിസ്റ്റർ അഫ്സൽ മജീദ് ആരാണ്? ബിസിനസ് ടുഡേ. എന്ത് ബിസിനസ്? നമ്മളായിരിക്കും അടുത്തത്. അറിയില്ല. മിസ് സുജിത അലൻ, പോന്നോളൂ. മിസ്റ്റർ വർഗീസ്. കൂൾ. ഞാനൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? എന്താ പേര്? അശ്വതി. ഇയാളുടെയോ? സുബ്രഹ്മണ്യൻ. അതെ, ഇനി ലഞ്ച് കഴിഞ്ഞിട്ടാ ഇന്റർവ്യൂ ഉള്ളൂ. ഓ, താങ്ക് യു, വെരി ഗുഡ്. അല്ല, കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടുമല്ലോ. ഞാനും വരാം. പ്ലീസ്. അച്ഛൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനമ്മ പിന്നെ ഞാനും. ഓ, നൈസ് ഫാമിലി. അച്ഛന് ഞാനൊരു ലഞ്ച് ഓഫർ ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ? ഓക്കെ ഓക്കെ, താങ്ക് യു. എന്നെ സമ്മതിക്കണം പ്ലീസ്. അച്ചു, ഒരു ജ്യൂസ് പറയട്ടെ? വേണ്ട വേണ്ട. എന്നാ ഫ്രൈഡ് ഐസ്ക്രീം ആവാം. ഇവിടുത്തെ ഫ്രൈഡ് ഐസ്ക്രീം വളരെ ഫേമസാ. ചേട്ടാ, 2 ഫ്രൈഡ് ഐസ്ക്രീം. അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല. അതിലേക്ക് പോട്ടെ. അച്ഛൻ എന്താ വേറെ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. എങ്കിൽ ഓക്കെ.
സോറി സാർ, കാർഡ് എടുക്കില്ല, പൈസ തന്നെ പേ ചെയ്യണം. അച്ഛൻ ഒരു മിനിറ്റ്, ഞാനൊന്ന് ATM വരെ പോയിട്ട് ഇപ്പൊ വരാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ക്യാഷ് എന്റെ കയ്യിലുണ്ട്, ഞാൻ പേ ചെയ്തോളാം. നോ നോ നോ, ഇറ്റ്സ് മൈ പ്രിവിലേജ്. ഇത് എന്റെ ട്രീറ്റാ, സോ ഞാൻ തന്നെ പേ ചെയ്യും. ആ പേഴ്സൊക്കെ അവിടെ വെച്ചേ. കുഴപ്പമില്ല. അച്ചു, how could you do this to me? It hurts me. ആശാൻ പണി കൊടുത്തല്ലേ. ഞാനൊരു സംഭവം ഉണ്ട്. അയ്യോ, പിൻ നമ്പർ, മൊബൈല് നമ്പർ 2535. യെസ്, ഓക്കെ. അച്ചോ, Achoo, come on. Yes. Shit. Shit. ഹലോ, ഫോൺ ഇതുവരെ കിട്ടിയില്ലേ? അത് 2 ദിവസം കൊണ്ട് പിടിക്കുന്ന പറഞ്ഞത്. ഓ, ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. ഒരു പുതിയ ഫോൺ എടുക്ക്, അല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം. ഹസി, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരും. അതെന്താ? ഒന്നുമില്ലടി, ഇനി ഞാൻ മൊബൈൽ വേണ്ടെന്ന് വെച്ചാലെന്ന് ആലോചിക്കാം. അപ്പൊ ഇത്രയും കാലം നിങ്ങൾ എന്നോട് പറഞ്ഞു നുണയായിരുന്നു അല്ലേ? ഞാനത് പറഞ്ഞ നീ അത് ഏത് സെൻസിലെടുക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇങ്ങക്ക് എന്താ ഞങ്ങളൊക്കെ ഇപ്പൊ ഒരു ഭാരായോ? ഏയ്, അതൊന്നുമല്ല. ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഐ ആം തിങ്കിങ് അബൌട്ട് ഇറ്റ് സീരിയസ്ലി. എന്ത് ചിന്തിക്കാൻ? യു ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. Hey man, I tried you several times. What happened? Hibernation. What? Nothing, will tell you later. Oh, okay. അപ്പൊ ആർക്കും അറിയില്ലല്ലേ? What's so funny? നീ നൂടായി ഓടുന്നത് ആലോചിച്ചു പോയതാ. ഓ, Hey, Divya. What's happening? ഈ ചെയർ ആർക്കുള്ളതാ? പതുക്കെ സംസാരിച്ചാൽ മതി. ഇവിടെ വരുന്ന ആർക്കും ഈ ചെയറിലിരിക്കാം, നിനക്കും ഇരിക്കാം. നോ, നിന്റെ മുന്നിലിട്ടിരിക്കുന്ന ചെയറിൽ അങ്ങനെ എല്ലാവരും കയറി ഇരിക്കണ്ട. ഞാൻ മാത്രം ഇരുന്നാ മതി, ഞാൻ മാത്രം. മനസ്സിലായില്ലേ? Where were you? ഞാൻ മൊബൈൽ ക്വിറ്റ് ചെയ്തു. What? For what sake? It's our group's decision. കള്ളുടിച്ചെടുത്ത് തീരുമാനമാണ്. But I want to stick on. Why? ഞാൻ വാക്ക് കൊടുത്തു. Come with me. Now. No, I'm on duty. വിളിച്ചു പറഞ്ഞാ മതി. നീ എന്താ വീട്ടിൽ പോവാത്തെ? ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. എന്നാ നിനക്കതൊന്ന് മമ്മി വിളിച്ചു പറഞ്ഞൂടെ? ആ മമ്മ, ഞാൻ ചെറിനെ കണ്ടായിരുന്നു. ഹീസ് ഓൾ റൈറ്റ്. ഫോൺ സ്വിച്ച് ഓഫ് ആയതാ. പ്രൊജക്റ്റ് എന്തോ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. വിളിച്ചോളും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് കയറി കളിക്കണ്ട. നീ എൻ്റെ അമ്മയുടെ മരുമോളൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ ഇതുവരെ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? What? Okay, I agree. We have been in a relationship. But the question remains. ഇപ്പൊ ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ അമ്മയുടെ മകളായിട്ടാ ഞാൻ എന്നെ കാണാറ്. So what? കഴിഞ്ഞ 2 ദിവസമായി ഞാൻ അനുഭവിക്കുന്ന ട്രയാങ്കുലിറ്റി അതൊന്ന് വേറെ തന്നെയാ. മനസമാധാനം. അപ്പോ
സുബ്രു എങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ ദിവസം? ഇറ്റ് സക്സ് മാൻ. ഒന്നും പറയണ്ടളിയാ. ഞാൻ ആറ്റുനോറ്റ് കാത്തിരുന്ന എന്റെ സ്വപ്നസുന്ദരിന്ന് കണ്ടടാ. എന്നിട്ട് എടാ എന്റെ കളർ പോലും കാര്യമൊക്കെ അത് എത്ര സ്വീറ്റ് ആയിട്ട് അവളെ ഇടപഴകിയെന്നറിയാവോ? ലാസ്റ്റ് അതും പോയി. എന്റെ പേഴ്സിൽ ഒരു 500 രൂപ ഉണ്ടായിരുന്നെങ്കിൽ. നിനക്ക് കാശ് വല്ലതും വേണോ? ATM-ൽ ക്യാഷൊക്കെ ഉണ്ടോ, പക്ഷെ പിൻ നമ്പർ അമ്മയ്ക്കറിയാം. ഷിറ്റ്, അതിന് വീട്ടിലെ നമ്പർ അറിയണ്ടേ? Got it. ഇതിൽ അമ്മയുടെ നമ്പർ ഉണ്ടല്ലേ? അപ്പൊ അമ്മനെ വിളിച്ച പിൻ നമ്പർ കിട്ടുമല്ലേ? മോന് സിം വേണോ? സിം വേണോ? നിന്റെ വീട്ടിലെ നമ്പർ എന്റെ വീട്ടിലുണ്ടാ, വിളിച്ചാൽ കിട്ടും. താങ്ക്സ് ടമച്ചാ. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഉപ്പായിക വിതെഴുതുക. ഓടാ, ഞാൻ ഓക്ക് ലെറ്റർ എഴുതുക. ഉപ്പായി എന്താ കാളവണ്ടി യുദ്ധത്തിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചോ? അതല്ലടാ, ഇതിപ്പോ എന്ത് സുഖമെന്നറിയോ? ഫോൺ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിലുള്ളത് മുഴുവൻ പറയാൻ പറ്റില്ലടാ. ഇത് വായിക്കുമ്പോ എന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്ക് മനസ്സിലാവും. ദാറ്റ്സ് എ പവർ ഓഫ് ലെറ്റർ റൈറ്റിംഗ്. കാളഞ്ഞിട്ട് വാടാ, ഉപ്പായി കൈവിട്ടു പോയി മോനെ. കേട്ടിട്ട് കൊതിയാവുക. എനിക്കൊരു തിരുമണം കഴിഞ്ഞിട്ട് വേണം കത്തെഴുതാൻ. ഹായ്, നിങ്ങൾ ഫോർഡിയിലുള്ളവരല്ലേ? ബ്രോക്കർ നിയസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പറ്റി. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ ആരെങ്കിലും മൊബൈൽ നമ്പർ എനിക്ക് തരുമോ? എനിക്കിവിടെ ആരെയും പരിചയമില്ല. അതിന് വിളിക്കണ്ട, കിട്ടില്ല. ഓക്കെ. Sir, may I? Yes. Okay, I'll call back. Please. Thanks, sir. How's your job going? Fine, sir. What about the new customers and next day's business plan? Clients I have 6 in the pipeline, sir. Okay. I think at least 2 will be converted. All these things are entered in the day-to-day entries? Yes, sir. Good. But do you think 6 prospects and 2 closing is enough for the week? Your target for the week is 5. Sir, I am trying my level best. അതുകൊണ്ട് എന്ത് കാര്യം? ക്ലോസിംഗ്സ് ഹാവ് ടു കം സഞ്ജയ്. നിനക്ക് കമ്പനി ആവശ്യത്തിന് അവസരങ്ങൾ നൽകി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ യു ആർ ഓഫ് ദി മാർക്ക്. ആഫ്റ്റർ ഗെറ്റിംഗ് ദ മെമ്മോ ടു, യു ആർ നോട്ട് ഇംപ്രൂവിംഗ്. ദാറ്റ്സ് വൈ കമ്പനി ഈസ് ലുക്കിംഗ് ഫോർ എ കമ്പൽസറി റിഡൻഡൻസ് ഫോർ യു. You mean I'm fired? Yes, Sanjay. You are no longer work for us. Sanjay, നീ HR-ലേക്ക് ചെല്ല്, അക്കൗണ്ട് സെറ്റിൽ ചെയ്യും. Okay.
അങ്ങോട്ട് മാറ്റി നിർത്ത്. ഊതറ. എവിടെ പോയാടാ? സർ സിനിമയ്ക്ക്. വണ്ടിയുടെ ബുക്കും പേപ്പറും ഓർഡറാ. സർ അത് ആ സാറിനെ പോയി കാണ്. ഉപ്പായും കൂടി ചെല്ലേ. പൊക്കോ. സർ ബുക്കും പേപ്പറും വീട്ടിൽ ഇരിക്കുക. നീ എന്താ വീട്ടിലിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? ഒരു 2500 അടച്ചിട്ട് പൊക്കോ. അയ്യോ സർ വീട് അടുത്താണ് സർ. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് സർ. കാശ് അടച്ചിട്ട് പോടാ. സർ ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് സർ. എന്നൊരു കാര്യം ചെയ്യ്, നിന്റെ മൊബൈൽ ഇവിടെ വെച്ചിട്ട് പോ. സർ ഞാൻ മൊബൈൽ ഉപയോഗിക്കാറില്ല സർ. നിനക്കെന്താ പണി? ഇൻഫോ പാർക്കിലാണ്. എന്നിട്ട് നിനക്ക് മൊബൈൽ ഇല്ലേ? ഇല്ല സർ. എടോ ആ വണ്ടി ചെക്ക് ചെയ്തേ, യുമാരെന്ത് ഉടായിപ്പാണെന്നാ തോന്നുന്നത്. അയ്യോ സർ ഞങ്ങൾ ഡീസന്റ് സർ. എന്നാ നിന്റെ മൊബൈൽ ഇടുതാ. എനിക്കും മൊബൈൽ ഇല്ല സർ. ഇറങ്ങടാ. എന്താ ഇത്? എന്താ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നാണ്? അല്ലടാ ഇത് വണ്ടിയൊക്കെ ഉണ്ട കാര്യം എന്താണ് ഇവർക്ക്? എന്താണ് വണ്ടിയൊക്കെ സെർച്ച് ചെയ്യാൻ? പോട്ടെ. ഈ വണ്ടി മുഴുവൻ ചെക്ക് ഉണ്ടായിരുന്നാ നമ്മളെന്താ തീവ്രവാദികളാ? സാറേ ഇവന്മാരെ ഏതോ കൊമ്പത്ത് പിടിയോടുള്ളമാരാ. എന്നാ വിളിക്കണം നീ ആരാന്ന് വെച്ചാ? അതിന് ഞങ്ങളുടെ മൊബൈൽ ഇല്ല സാറേ. പോലീസുകാരെന്താ ഉണ്ണാക്കന്മാരാണെന്ന് വിചാരിച്ചോ? അവന്മാരുടെ ഒരു ഫോണില്ലാന്ന്. ബുക്കും പേപ്പറും ഇല്ലെങ്കിൽ എവിടെ നിന്ന് അടിച്ചു മാറ്റി വണ്ടിയാടാ അത്. നീയൊക്കെ മൊബൈൽ കൊണ്ടുവന്നിട്ട് പോയാ മതി. അയ്യോ സാറേ, ഇതെന്താ മൊബൈലിലായിട്ട് ജീവിക്കാൻ പറ്റില്ലേ? ജോലി വേണമെങ്കിൽ മൊബൈൽ, പോലീസ് പിടിച്ച മൊബൈൽ. എന്താ വെള്ളരിക്ക കേട്ട ഒരു ചെത്തിക്കളെ. എന്താ അവനോട് കിടത്ത് ഇവനത്? എല്ലാത്തിനും പിടിച്ച് വണ്ടി കയറ്റി നടക്കണം. സർ സത്യമായിട്ട് ഞങ്ങളാരും മൊബൈൽ യൂസ് ചെയ്യാറില്ല സർ. മൊബൈൽ ഉപയോഗിക്കാത്തോട്ട് അവന് ജോലി പോയി. അതിന്റെ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടി ഞങ്ങളെല്ലാം കൂടെ ഫിലിമിന് പോയതാ. പ്ലീസ് സർ. നിങ്ങൾക്ക് എന്താടാ വട്ടാണോ? അല്ല സാർ, ഈ ഗോ ഗ്രീൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പരിസ്ഥിതി സൗഹാർദ്ദത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും മൊബൈൽ ഉപേക്ഷിച്ചു. നമ്മുടെ ചെറിയ സാറൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് സാറേ. പൊക്കോ, അവനെ കൂടെ ഇറക്കി വിട്ടേ. താങ്ക് യു സർ. താങ്ക് യു സാർ, താങ്ക് യു. ജെറിനെ വാ. സാറേ ഗോ ഗ്രീൻ്റെ ഭാഗമായിട്ട് സാറിന് നാളെ മുതൽ മൊബൈൽ ഉപേക്ഷിച്ചൂടെ? പോടാ പോടാ പോടാ. നല്ല രസമായിരിക്കും. താങ്ക്സ് സർ. പോടാ. മൂപ്പം കണ്ടെന്ന് പറയുന്നത് നേരാണ്. ഞാൻ കണ്ടല്ലേ. Excuse me. ചപ്പാത്തി മേക്കർ രാജു. രാജുബായി വന്നിട്ട് 4 ദിവസമായി. 4 ദിവസമായി വന്നിട്ട്. കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ വല്ലതും? നമ്പർ ഉണ്ടായിരുന്നു, പക്ഷെ മൊബൈലില്ല. ഇറ്റ്സ് ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. മാം വി ജസ്റ്റ് ബോയ്ക്കോട്ടഡ് മൊബൈൽസ് മാം. യു നോ ഓൾ ടൈം കോൾസ്, ഇയറേക്ക്, റേഡിയേഷൻ ഇഷ്യൂസ്. അതെ, ഈ റേഡിയേഷൻ കൊണ്ടാണല്ലോ പല ശാരീരിക ബലഹീനതകളും ഉണ്ടാകുന്നത്. അതുകൊണ്ടാ. രാജുബായിനെ ഞാൻ അറിയിച്ചോളാം. ഓക്കെ, താങ്ക്സ്. യു ആർ വെൽക്കം. ബൈ. ഓക്കെ ശരി, ബൈ. അയ്യോ, രാജുബായിനെ എവിടെ പോയിട്ടാണെങ്കിലും ആറ്റിയുടെ മുമ്പിൽ കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കും. വൃത്തി കേട്ടവൻ. വേണ്ടടാ, സ്നേഹം കൊണ്ട് പറയാം. ഇത് നോക്കിയ ഒറീസ ബംഗാൾ ഞാൻ ഇല്ലട്ടാ. ഒറീസ ബംഗാൾ ബൈ ബൈ. എടാ സുബ്രഹ്മണ്യ പുത്തരി ഒന്നുമല്ല. എടാ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളു. താൻ വരുന്നില്ലേ? ഞാനില്ല.
വാ ഉപ്പായി. ഞാനില്ല. ഇവിടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കട ചെറിനെ. നീ ഇങ്ങോട്ട് വന്നേ. ഞാനില്ല. യൂട്യൂബ് റൂട്ടേഴ്സ് നീ ഇങ്ങോട്ട് വരാൻ. എന്ത് പണ്ടാരോടാ, അവിടെ മുഴുവൻ അസുഖടാ. അങ്ങോട്ട് പോണ്ട. എന്റെ പൊന്നോ, അതൊന്നും നമ്മൾ നോക്കണ്ട. വരാൻ പോകുന്ന ആ സുവർണ കാലഘട്ടം ഒന്ന് ആലോചിച്ചേ. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാൻ. നീ രാജുവായിട്ടങ്ങ് പങ്കുവെച്ചാ മതി. പോയേ ഒരു പാലൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എടാ വൃത്തിയായിട്ടാണ് ഞാൻ മറ്റേ കാര്യം പറഞ്ഞു കൊടുക്കൂടാ. പറയട്ടെ പറയട്ടെ എന്നാ വാ. വേണ്ട. നീ നോക്കടാ ഇത്. നീ ഇങ്ങോട്ട് വന്നേ. ഇനിയിപ്പോ നിന്നെ ഒറീസയിൽ ടൂർ കൊണ്ടുപോയില്ലെന്ന് പറയരുത്. എന്ത് കാണാൻ? ഒറീസ ബംഗാൾ ഒരു ഫുൾ ഇന്ത്യ പര്യടനം കഴിഞ്ഞ പോലെ വീട്ടിൽ ചെല്ല. അണ്ണേ അല്ല ബായി, ഈ ചപ്പാത്തി മേക്കർ രാജുഭായ്. രാജുഭായ് ഇതിനകത്തേക്കോ? സുബ്രു നീ അങ്ങോട്ട് പോകണ്ട, ഞാൻ പറയുന്ന കേക്ക്. ബായ് രാജുഭായ് ഇതർ ഇയാളെ നീ ആറ്റി എടുത്ത് കൊണ്ടുപോകാൻ പോണേ? പണി കിട്ടോട്ടോ. ഇത്രയും കാലം നീയൊക്കെ മൂക്കറ്റ് നിന്ന ചപ്പാത്തി ഇയാള് പരത്തി തന്ന. ഇപ്പൊ ഈ പാവത്തിന് ഈ അവസ്ഥയിൽ ഇട്ടിട്ട് പോകാൻ നിനക്ക് മനസാക്ഷി ഇല്ലടാ. സ്മരണ വേണോടാ, സ്മരണ. ഡെങ്കിപ്പനി, എലിപ്പനി, പന്നിപ്പനി എല്ലാം കൂടെ കൂടിയിട്ടാ കിടക്കണേ. സ്മരണ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നീ പോയേ. ഈ മനസാക്ഷി എന്ന് പറയുന്നത് ഇതിന്റെ ഒന്നും പ്രതിരോധം വരുന്നല്ല. രാജുഭായ് ഉടോ വാ ഒന്ന് പിടിക്കടാ. പിടിച്ചോ. ഇവന്റെ എന്തിന്റെ കിടന്ന് ഓരോ വയ്യാവലെടുത്ത് തലയിൽ വെക്കാൻ പണ്ടാറം. എന്താ അതിന് നടക്കാൻ പോലും വയ്യടാ. അതിന് സാധനത്തിന്റെ അടുത്തും വലിച്ചോണ്ട് വരുന്നുണ്ട്. ഒരു കാര്യം ഇതിനകത്ത് കയറ്റാൻ പറ്റില്ല. അയ്യോ ഇത് വെറും ചപ്പാത്തി അല്ല. നാളെ മുതലേ ബുഫേ അല്ലേ, ബുഫേ. വണ്ടി മാറിക്കടാ. അവന്റെ മറ്റോടത്തൊരു ആന്റി സ്നേഹം. രാജുവായും ചപ്പാത്തിയും. ആൽബുമിൻ, യൂറിക് ആസിഡ്, കൊളസ്ട്രോൾ എന്തോന്നടേ. ഒരു പനി പിടിച്ച് ഇത്ര അധികം ടെസ്റ്റാ. അത് പോവുകയും ചെയ്തു. എന്നോടല്ല, ദേവിനോട് ചോദിക്കും. സുബ്രു, ഇനി ഇതേപോലത്തെ പരിപാടിക്ക് ഞങ്ങൾ വിളിക്കരുതട്ടാ. വെറുതെ വഴി കൂടെ പോണം വയ്യാവലെടുത്ത് തോളിൽ വെച്ചിട്ട്. ഇനി ഇതിന്റെ പിന്നിൽ എന്തൊക്കെ കോൺസിക്വൻസ് ആണ് ഉണ്ടാവുക? അതിന് ഇവന്റെ കാശ് അതിനൊന്നും ചെലവായിട്ടില്ലല്ലോ. എടാ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. അവന്റെ ഒരു രാജുഭായ്. ഈ രാജുഭായ് വരുന്നവരെ ഞാൻ പോയിട്ട് ആന്റിക്ക് ചപ്പാത്തി പരത്തി കൊടുത്താലോ? അത് പറഞ്ഞപ്പോഴേ ഓർത്തേ. ഇന്ന് നിന്റെ മെസ്സാ. നീ പോയി ആദ്യം ഇവിടുത്തെ ചപ്പാത്തി വരത്ത്. ജെറിനെ പോടാ. പറയണ്ടായിരുന്നു. ഉപ്പായി, ഷെരീഫിന്റെ കുറെ മിസ്ഡ് കോൾ കിടപ്പുണ്ട്. ഹലോ ഇക്കാക്ക, നിങ്ങൾ എവിടെയായിരുന്നു? രാവിലെ തുടങ്ങി ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുക. എന്താടാ, എന്താ കാര്യം? ചെറിയൊരു പ്രശ്നം. ഇത്താക്കാണ്. ഹസിക്ക എന്താടാ, എന്താ കാര്യം? രാവിലെ ഇത്താത്ത വാതിൽപ്പടി തട്ടി വീണു. ബ്ലീഡിംഗ് ഉണ്ടായി. ICUയിൽ ഒബ്സർവേഷനില്ല. എന്താ ഷിക്കേ, നിനക്കിപ്പോ എന്താ വലുത്? ഞാൻ ഇറങ്ങാണ്. ഉപ്പായി അങ്ങോട്ടാ ഈ രാത്രിയില്? എന്തു പറ്റി? വീട്ടിലെന്തെങ്കിലും? ഷെരീഫ് എന്തിനാണ് വിളിച്ചേ? വന്നിട്ട് പറയാ. നിന്റെ ആരെങ്കിലും പടിയായ? നിനക്കറിയണോ അത്? പിന്നെ നീ പറഞ്ഞാലേ അറിയുള്ളൂ. നീ ഒറ്റ കാരണം ഇതൊക്കെ സംഭവിച്ചേ. ഞാൻ എന്ത് ചെയ്യുന്ന നീ പറയണേ? നിനക്കൊന്നും അറിയില്ലേ? ഒടുക്കത്തെ ഒരു ബെറ്റും നിബന്ധനയും കള്ളും കുടിച്ച് നിനക്ക് ഓരോന്ന് തീരുമാനിച്ചാൽ മതിയല്ല. ബാക്കിയുള്ളവർ എന്തൊക്കെ നഷ്ടപ്പെടുന്ന അവൻ അറിയുന്ന കാര്യമില്ല. നിനക്ക് എന്ത് നഷ്ടപ്പെടുന്ന നീ പറയണേ? നഷ്ടപ്പെട്ട പോയി എനിക്കല്ലേ? നീ ഒന്നും ഉണ്ടായിരിക്കും. കാര്യം എന്താന്ന് ചോദിക്കട്ടെ. എടാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിരുന്നു എന്റെ ജോലി, എന്റെ കരിയർ. ഇതൊക്കെ തൊലച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്താ ഈ കാണിക്കുന്നത്? നിന്റെ ഒപ്പം കൂടിയിട്ട് എനിക്ക് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളടാ. എന്തോ പറ്റിയത്? അവ കൂട്ടത്തിൽ കൂടുതൽ ശേഷമാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങളായി തുടങ്ങിയത്. ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാകാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? എടാ, അവള് ഹോസ്പിറ്റലാടാ, ICUല്. ഞാനും വരാം. വേണ്ട ഉപ്പായി.
എന്താ കൊച്ചു പിള്ളേരെ പോലെ? ജോലിയും കൂലില്ലാന്നിട്ടും ഞാൻ വീട്ടിൽ പോയത് ഇവിടെ നിന്നതേ തന്തപ്പിയുടെ മുഖം കാണാനുള്ള മടി കൊണ്ട് മാത്രമല്ല, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് കൂടിയാടാ. എടാ അവന്റെ അവസ്ഥ എന്താന്ന് നിനക്കറിയാവോ? നിർത്താ. അവന് വേണ്ടി ഞാൻ ആരും എന്റെ അടുത്ത് വക്കാലത്തായിട്ട് വരാൻ നിൽക്കണ്ട. എന്നാ പോടാ, ഓരോരുത്തരായിട്ട് ഇറങ്ങി പോ. ഇനി നീയും പോ. നീ പൊരയിൽ കയറിട്ടാ വരണേ? ഇല്ല ഉമ്മ, സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടാ. എല്ലാരും ഒന്ന് പേടിപ്പിച്ചു, അത്രേ ഉള്ളൂ. ഈ കിടന്നോ? എനിക്കൊരു കുഴപ്പമില്ലക്കാ, ചെറുതായൊന്ന് വീണതാ. എല്ലാരും ഒന്ന് പേടിച്ചുപോയി. ശ്രദ്ധിക്കണ്ടേടി. വേദനയുണ്ടോ? ഇന്നലെ ഉണ്ടായിരുന്നു. ആ പൊയ്യാപ്പിളെപ്പോഴെങ്കിലും എത്തിയില്ല. അങ്ങോട്ട് വെച്ചേ. ഒന്ന് വിളിച്ചാ കേക്കണ ദൂരത്ത് കിടക്കണ എനിക്ക് വേണ്ട മൊബൈല്. പക്ഷെ ഒരു അത്യാവശ്യത്തിന് അന്നെ വിളിക്കാൻ. എളാപ്പാ, അതിന് ഇക്കവിടെ ഡുവൽ സ്ക്രീൻ മൊബൈൽ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കല്ലേ. നിങ്ങളിനി അതൊന്നും പറഞ്ഞ് ഓനെ വിഷമിപ്പിക്കല്ലേ. ഷെരീഫേ, നീ ഞങ്ങളെ പുരയിലാക്ക്. കുഞ്ഞു ഇക്കാക്ക ഫൈസയും ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ഓനെ കൊണ്ടുപോയിക്കോ, ഓളൂടെ കിടക്കട്ടെ. ശരി. ഇക്കാക്ക വേണ്ട പ്ലീസ്. ഇവിടെ ഉള്ളവർ പറയണ നിങ്ങൾ കാര്യാക്കണ്ട. നിങ്ങളൊന്നും കാണാണ്ടല്ലോ ഈ സാധനം വേണ്ടാന്ന് വെച്ചത്. എനിക്കൊരു സങ്കടമില്ല. നിങ്ങളുടെ കത്ത് വായിക്കുമ്പോൾ ഈ മുഖം എൻ്റെ തൊട്ടടുത്തുള്ളതുപോലെ തോന്നും. അത് മതി എനിക്ക്. പക്ഷേ ഒരു കണ്ടീഷൻ, ഒരു ദിവസം ഒരു കത്തെങ്കിലും കിട്ടണം. മേളിലെന്തോരം മാറാലോ ഉമ്മ. ഓനിവിടെ വെറുതെ ഇരിക്കല്ലേ? ഓ ഫസ്റ്റ് ഓ ഭയങ്കര ബിസിയല്ലേ. അല്ല നീ ഇപ്പൊ എന്തിനാ അതിന്റെ മുകളിലോട്ട് പഠിച്ചു കയറിയത്? നമ്മളാ പഴയ വാലിന്റെ റേഡിയോ ഇല്ലേ അമ്മ, അതിപ്പോ അവിടെ കാണലല്ല. അല്ല അതിപ്പോ അനക്കെന്തിനാണ്? വല്ല പെരിച്ചായും കൊണ്ടുപോയി കാണും. കുട്ടികളെ കാണിക്കാന്ന് വിചാരിച്ചാ. തട്ടുംപുറത്ത് കിടക്കുന്ന റേഡിയോ അന്വേഷിച്ച് നടക്കാതെ നീ ഒരു പുതിയ മൊബൈൽ വാങ്ങിച്ചേക്ക. ഇപ്പൊ കണ്ടില്ലേ? പിന്നെ ഉമ്മയും പാപ്പയും പണ്ട് മൊബൈൽ വെച്ചല്ലേ കളിച്ചോണ്ടിരുന്നത്. അല്ല നിനക്കിത് എന്താ പറ്റിയ പിരാന്താ? ഡിസ്ചാർജ് ചെയ്തു, ഇപ്പൊ വീട്ടിലുണ്ട്. ആ ഞാൻ ഇക്കാക്ക കൊടുക്കാം. ഇക്കാക്ക, കോൾ ഫോർ യു. ഹലോ, ഷീസ് ഓൾ റൈറ്റ് നോ. സോറിടാ, ഞാൻ പറയാൻ വിട്ടുപോയതാ. ഞാൻ വരും, നാളെ തന്നെ എത്തും. ലീവില്ലെന്ന്. മൂപ്പനെന്തി ഒന്ന് കൊടുത്തേ. വേങ്ങോടൻ. ഒരു പണി ചെയ്യാം, ഞാൻ നാളെ കൂടെ ലീവ് പറയാം. നമ്മൾ 3 പേരോടെ എൻ്റെ വീട്ടിൽ പോകുന്നു. നമുക്ക് പൊക്കാടാവനെ. ഓക്കെ.
നീ എന്തിനാ പിള്ളേർക്ക് മൊബൈൽ കളിക്കാൻ കൊടുക്കണേ? ഞാൻ കൊടുക്കണമൊന്നുമില്ല. ഇത് എപ്പോഴും എടുക്കണേന്ന് എനിക്ക് കൂടി അറിയില്ല. ഒന്നെങ്കിൽ പോകോ അല്ലെങ്കിൽ ഗെയിം. ഈ പിള്ളേരുടെ ഒരു കാര്യം. ഷറല്ലേ വാ. എന്താടാ അവിടെ ഇരിക്കാം. ഓക്കെ വാടാ എത്തിരിക്കാം. ഇവിടെ ഇരിക്കാം. നീ എന്താ ഇങ്ങോട്ട് പോന്നു പറഞ്ഞത്? പിന്നല്ലാതെ എൻ്റെ ആരാ അവിടെ ഉള്ളത്? നീ ഇല്ലാതെ അവിടെ ശരിയാവില്ല. ഇയാൾ പെട്ടെന്ന് ഫ്ലാറ്റിലേക്ക് വന്നേ. ഞാൻ അവിടെ ഒരു അധികപ്പറ്റ, ജോലിയും ഇല്ല. എടാ എൻ്റെ അന്നത്തെ മാനസികാവസ്ഥ അതായിരുന്നില്ലേ? എല്ലാം നീ പറഞ്ഞല്ലേ? സഞ്ജു, എന്തായാലും നിനക്കൊന്ന് വന്നൂടെ? ആന്റിക്ക് ചപ്പാത്തി പരത്തി കൊടുക്കാനെങ്കിലും. ഞാൻ നാളെ വരാടാ. അത് വേണ്ട, നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വാ. അത് ശരിയാവില്ല. നിന്നെ കൊണ്ട് ഞങ്ങൾ പോകൂ. ഇത് ബാബുട്ടൻ, എൻ്റെ കസിനാ. ഹലോ. ഹായ്. ബാബുച്ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു മൊബൈൽ ഷോപ്പ് എടുത്താ. ഓ, എൻ്റെ അങ്കിളിന് അവിടെ ഒരു ഷോപ്പ് ഉണ്ട്. ചെറിയ അങ്കിൾ. ഇല്ല, അറിയില്ല കേട്ടോ. നീ പറഞ്ഞ മോഡൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, അതാ 2 ദിവസം വൈകിയത്. മൂപ്പന് സ്ട്രീക്ക് ചെയ്ത് കൊതി തീർന്നു. അതിന് അച്ഛനോ വെച്ചതോ? അച്ഛന് S3. എല്ലാം നോക്കും ക്ഷമിക്കും. ഇതൊന്നും കാണാൻ അത്ര നാളായി. നീക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലേ? മൂപ്പാ, ആ ലാഭം ഇങ്ങോട്ട് തരിക. ഇതിൽ കാർഡൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ നീ ഒരു ബ്രാഹ്മണനല്ലടാ. ബ്രാഹ്മണന്മാർക്ക് എന്താ സർഗശേഷിയും ഘടികാരമൊന്നുമില്ലേ? ഇതിപ്പോ ലോകത്ത് ഞാൻ മാത്രം കാണുന്ന പോലെ ഇതിൽ വല്ലതും ഇരിക്കണ്ട. ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഞാൻ ഫോർമാറ്റ് ചെയ്തു. അല്ലെങ്കിലും നിന്നൊരു നല്ല കാര്യത്തിന് കൊള്ളൂല. സുബ്രു, നിനക്ക് അത്ര അത്യാവശ്യമാണ് എന്റെ ബെഡിന്റെ അടി ഒരു മുത്തുച്ചിപ്പ് ഇരിപ്പുണ്ട്. മുത്തുച്ചിപ്പ് എന്റെ പട്ടിക്ക് വേണം. നീ അത് ഇന്നത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്. ബെഡിന്റെ അടിയിലല്ലേ? മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ. Am I speaking to Mr. Sanjay? Hi Martha, this is Sanjay here. Yeah, hey Sanjay, how are you going? I'm doing good, Martha. Fine. Would you please introduce yourself and tell us about your previous professional experiences, Sanjay? Yeah, I'm Sanjay Rak. Hello? Hello? Can you hear me? Hello? Hello Martha, can you hear me? Hello Martha, can you hear me? Shit! Shit. Don't go. സോറിടാ, ഞാൻ കുറച്ച് ദിവസമായി ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാഞ്ഞേ. സോ വാട്ട്? കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രാങ്കുലിറ്റി അതൊന്ന് വേറെ തന്നെയാ. മനസ്സമാധാനം. താങ്ക് യു ചെറി. ഷാരോൺ ഞാൻ പറയുന്നത് കേക്ക്. ഷാരോൺ ഞാൻ പറയുന്നത് കേക്ക്. ഷാരോൺ ഷാരോൺ
നിനക്ക് ആ 3 ഉറുമ്പുകളുടെ കഥ അറിയോ? ഫ്രണ്ടിൽ പോകുന്ന ഉറുമ്പ് പറഞ്ഞ എന്റെ പിറകിൽ 2 ഉറുമ്പ് ഉണ്ടെന്ന്. ഇത് പറയാനാണ് എന്നെ വിളിച്ചത്. എന്നാ പിന്നെ ബന്ദാസിംഗിന്റെ കഥ പറയാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറ, ഞാൻ പോണു. നിക്ക് പറയട്ടെ. ഐ തിങ്ക് ഐ ആം ഇൻ ലവ് വിത്ത് യു. വാ. രണ്ട് മേനക. അവിടെ ഇരി, അവിടെ ഇരി. എന്താ സുബ്രഹ്മണ്യ, അറിയോ? അത് അന്ന് അങ്ങനെ പറ്റിപ്പോയി. എങ്ങനെ? ഒന്നും മനഃപൂർവ്വം ചെയ്തല്ല.
എന്നിട്ട് നിനക്കിപ്പോ ജോബ് റെഡിയായോ? നമ്മുടെ അന്നത്തെ ജോബ് തന്നെ കിട്ടി. ഓ ഗ്രേറ്റ്. അന്ന് ഇയാൾ ഗ്രീൻ ഡ്രസ് ആയിരുന്നില്ല ഇട്ടിരുന്നത്? അതുകൊണ്ടാ എൻ്റെ അമ്മ പറയാറുണ്ട്. എന്റെ ഡ്രസ്സിന്റെ കളർ വരെ നല്ല ഓർമ്മയാണല്ലോ. അതിന് നമ്മൾ കണ്ടിട്ട് അധികം സമയമൊന്നും ആയില്ലല്ലോ. 4 മാസവും 5 ദിവസവും 4 മണിക്കൂറും ആയിട്ടുള്ളൂ. അന്ന് കണ്ടപ്പോ ഇത്ര ബ്രില്യൻ്റ് ആണെന്ന് വിചാരിച്ചില്ല. ഇതിന് തനിക്കെന്താ ജോലി കിട്ടാഞ്ഞ്? അതിന് ഇത്രയും നാൾ എൻ്റെ ജോലിയൊക്കെ അവനല്ലേ ചെയ്തിരുന്നു. ആര്? മൊബൈല്. ഞാൻ കല്ലൂർ ഇറങ്ങാനാ. നീ മേനേക്കാണോ? അതെ, കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. അച്ചു, നമ്പർ തരാമോ? അല്ല പറഞ്ഞാ മതി. 9847566669. ഓ, നല്ല ഓർമ്മയുള്ള പോലെ. 9847566669. എന്താ നിനക്കൊരു മൂഡൗട്ട്? നിന്റെ മണി പോയാ? നാളെ ഷാരോന്റെ ബർത്ത്ഡേ ആടാ. എല്ലാ ബർത്ത്ഡേയുടെയും തലേന്ന് രാത്രി 12 മണിക്ക് മുമ്പ് ഞാൻ അവളെ വിളിക്കാറുള്ളതാണ്. അപ്പം എൻ്റെ മനസ്സിലുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാ ഒരു SMS പോലും ഇല്ലാതെ. അയ്യോടാ പാവം. അല്ല നിങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നല്ല. അവളെപ്പോഴും വിളിച്ച് ശല്യം ചെയ്യണമെന്നല്ല നിന്റെ പരാതി. ഇപ്പൊ നീ രക്ഷപ്പെട്ടില്ല അളിയാ. അല്ല പോലെ അതെ, നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. പിന്നെ കായലോട്ട് നോക്കി സെഞ്ചി അടിച്ചിരിക്കാൻ ഇവനാര്? പരീക്കുട്ടിയാ. എടാ നിനക്ക് അവളൊന്ന് വിളിച്ചൂടെ? ട്രൈ ചെയ്തേടാ. ഞാനാന്നറിഞ്ഞപ്പോ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇട്ടല്ലോ. നമുക്കൊരു കേക്ക് വാങ്ങിട്ട് ഇവിടെ ആഘോഷിച്ചാലോ? ആ അത് വേണ്ട. അല്ലെങ്കിൽ നീ റൊമാൻറ്റിക് ആയിട്ട് ഒരു ലെറ്റർ എഴുത്. നമ്മൾ അവളുടെ വീടിന്റെ അതിലെ പോകുന്ന ഏതെങ്കിലും ഒരു ലോറിക്കാരൻ ഡ്രൈവറാ കൂടെ ഏൽപ്പിക്കും. എങ്ങോട്ടാടാ? എനിക്ക് അവളെ കാണണം. എടാ അവളുടെ അപ്പനൊരു എക്സ് മിലിറ്ററി ആണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അയാളുടെ കയ്യിൽ എങ്ങനെയായാലും ഒരു ഇരട്ടക്കുഴ തോക്കുണ്ടാവും, ഉറപ്പാണ്. നീ വരണ്ട. അല്ലെങ്കിൽ ഞാനും വരാം. ഇതല്ലേ വീട്. ഇവന് ഇത് തന്നെ തൊഴില. മതിലയാടി പോയ പോരെ. അതിന്റെ കാര്യം എന്താണ്? ഇവനെന്താണ് ഈ കാണിക്കുന്നത്? ഗേറ്റ് തുറന്നു പോണ. നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇങ്ങനെ നേരെ കയറി ചെന്ന പണി കിട്ടും. പിന്നെ നമ്മൾ രാത്രിയോടെ പണിക്കൊന്നുമല്ലേ. നീ ഇതെങ്ങോട്ടാ പോണേ? സൗണ്ട് ഉണ്ടാക്കില്ല. നീ അവിടെ അവനൊന്ന് പറഞ്ഞു മനസ്സിലാക്കടാ. ബെല്ലടിക്കരുത്, ബെല്ലടിക്കരുത്. ഞങ്ങൾ ഷാരോന്റെ ഫ്രണ്ട്സ് അങ്കിൾ. ഷാരോൺ പുറത്ത് നിൽക്കണ്ട, അകത്തേക്ക് വരൂ. ഇരിക്ക്. മോളെ ഷാരോൺ. അങ്കിൾ ആർമിയിലായിരുന്നല്ലേ? അതെ. എന്റെ അങ്കിളും ആർമിയിലായിരുന്നു, ചെറിയാൻ അങ്കിൾ. ഓ, ഹലോ. ഹായ്. ശരി അങ്കിൾ, ഞാനും ഷാരോൺ തമ്മിൽ അടുപ്പത്തിലായിട്ട് 6 വർഷമായി. അവളുടെ കെയറിങ്, പൊസസീവ്നെസ് എല്ലാം ഒരു ഭാരമായി തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഇൻഡിഫറൻ്റായി പെരുമാറി. ഇറ്റ്സ് ഓൾ ഓവർ എന്ന് പറഞ്ഞ അവൾ നടന്നു നീങ്ങിയപ്പോൾ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല.
പക്ഷെ ആ നഷ്ടപ്പെടൽ ഒരു വിങ്ങല എന്നെ ടോർമൻ ചെയ്യുന്നു. ഇപ്പോഴാണ് ഇവിടെ എനിക്ക് ആരാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഷാരോൺ, without you, I'm nothing. ഇതാണ് നിനക്ക് തരാനുള്ള എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. So, Sanjay, to the next part. Why did you resign? Sir, because I am not using mobile phone. It's quite absurd. How can you survive in this fast and ferocious world? You cannot survive without this. ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് മാത്രമല്ല, എത്രയോ വൈഡർ ആപ്ലിക്കേഷൻസ് ഇതിനുണ്ട്. ഹൗ ക്യാൻ യു ബിൽഡ് എ കരിയർ? ഏയ്, എനിക്ക് തോന്നുന്നില്ല. I don't believe in these foolish things. Sir, ഞാൻ അങ്ങനെയല്ല കരുതുന്നത്. It's a curse more than a boon. I deeply believe in credibility, punctuality and precision. വിജയിക്കാനായി കുറുക്ക് വഴികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെയല്ലേ സാർ എല്ലാ വിജയങ്ങളുടെ അടിസ്ഥാനം. Hey man, you are not living in an isolated island. നിങ്ങൾക്ക് കുറെ കൂടി റീസണബിൾ ആയിക്കൂടെ? സാർ, എനിക്ക് വിജയം ഡിഫറൻ്റ് ആയിട്ട് നേടാനാണ് ഇഷ്ടം. I have come across such experiences during the past few months. If you have enough confidence? Yes sir, I have. If you give me a chance, ഞാനത് തെളിയിക്കാം സാർ. തീർന്നോ? ആ, നിന്റെ യെല്ലോ ടീഷർട്ട് ഞാൻ എടുത്തേ. എങ്ങനെയാ, ബസ്സോ ട്രെയിൻ? ഒന്നും തീരുമാനിച്ചില്ല, കിട്ടണേന്ന് പോവും. ഞാൻ അവനെ കൊണ്ടുവിടാം കോഴിക്കോട് വരെ. ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്കും സീരിയസ് ആയിട്ട് എടുത്തോ. നീ അവിടെ ചെന്നാൽ കൂടിക്കളയരുത്, ഇവിടേക്ക് ട്രൈ ചെയ്. ഇഷ്ടപ്പെടില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാടാ. ഡാ മൂപ്പ, നീ അവിടെ വെച്ചിട്ടുള്ള കയ്യബദ്ധം പറ്റുകയാണെങ്കിലേ ഇവിടെ MG റോഡ് വരെ വരണമെന്നില്ല, അവിടെ മാവൂർ റോഡിൽ സ്ട്രൈക്കിംഗ് നടത്താം. What happened my baby? Nothing യാ. ഇയാള് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേന്ന് ഓർത്തിട്ടാ. അപ്പൊ ഇവർ രണ്ടുപേരോ? They are workaholics, you know. And you? Alcoholic. നീ എവിടെയെങ്കിലും കയറാൻ നോക്ക്. നിനക്കിവിടെ കുറെ അങ്കിൾമാരില്ലേ? ഏതങ്കിള്? ചെറിയ അങ്കിള്. നീ മറന്നുപോയാ? എന്റെ ടൈമും വരും. അപ്പൊ എങ്ങനാ തിരിച്ച്? നെക്സ്റ്റ് വീക്ക് ആകുമ്പോ വരുവാടാ. അപ്പൊ എന്റെ ട്രീറ്റ്. റിംഗ് ടോണിന്റെ താളത്തിലല്ലാതെ താരാട്ട് പാട്ടിന്റെ ഈണത്തിൽ ഉപ്പായുടെ കുട്ടി വളരട്ടെ. കൺവേ മൈ റിഗാർഡ്സ്. താങ്ക്സ്. Nigel Long is going to confer it with his partner. How to view this? Is this obstructing the field? Out. Oh, I think that was deliberate. I thought that was a pre-deliberate kick from Yusuf Pathan. പിന്നെ ഇവിടെ നല്ല മാച്ച് നടക്കുമ്പോഴാണ് ഫോൺ. നീ പോയി എടുക്ക്. സുബ്രു. That is very difficult to prove, I think. There he is. He's now trying to എടാ get പോ all കോച്ചേ, the way. സിംസൺ തുടങ്ങിയിട്ടുണ്ടാവും. സഞ്ജയ്, സഞ്ജയ് കാലിക്കട്ട് പോയല്ലോ. കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ വല്ലോ? Is it a Messi or is it just Yusuf Pathan? അവൻ മൊബൈൽ യൂസ് ചെയ്യാറില്ല. ഞാൻ ഓഫീസ് നമ്പർ തരാം, പക്ഷെ നാളെ വിളിച്ചാലേ കിട്ടൂ. നാളെയോ? അതുവരെ വെയിറ്റ് ചെയ്യാൻ എന്റെ ടൈം ഉണ്ടോന്ന് അറിയില്ല. ഇന്ന് 6 മണിക്ക് എനിക്കൊരു സർജറി ഉണ്ട്. അതിൽ നിന്ന് റിക്കവർ ആകുമെന്ന് എനിക്കറിയില്ല. അതിനു മുമ്പ് എനിക്ക് അവനെ ഒന്ന് കാണണം. ഇതാരാ സംസാരിക്കുന്നത്? ഞാൻ സഞ്ജയുടെ അമ്മയാ. സഞ്ജയുടെ അമ്മയോ? അതെ. ഞാൻ ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാം.
അവന്റെ അമ്മ മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞേ? ഇതിപ്പോ ആരാ വിളിച്ചേ? സഞ്ജയുടെ അമ്മയാന്നാ പറഞ്ഞേ. സർജറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ, അതിനു മുമ്പ് അവനെ കാണണമെന്ന്. ഏത് ഹോസ്പിറ്റലിലാ? ഞാൻ ചോദിച്ചില്ല. നീ പിന്നെ വാട്സ് ദ സ്റ്റോറിയാ? എനിക്കറിയില്ല. നമുക്ക് അവന്റെ അച്ഛനെ വിളിച്ച് നോക്കിയാ പോരെ? ശരിയാ. ആ വാ. ഹലോ അങ്കിൾ, ജെറിന. ഹലോ ജെറിൻ. ആ മോനെ. ആ സഞ്ജയ് പുറപ്പെട്ടില്ലേ? ആ അങ്കിൾ പുറപ്പെട്ടു. അങ്കിൾ, സഞ്ജയുടെ അമ്മ വിളിച്ചിരുന്നു. ആ എനിക്കറിയാം അവള് വിളിക്കുമെന്ന്. ഞാൻ അവക്ക് നമ്പർ കൊടുത്ത്. അവൻ ഇറങ്ങിയിട്ടുണ്ടാവൂന്ന് അറിഞ്ഞു തന്നെയാ. 2 വയസ്സുള്ളപ്പോ അവനെ ഇട്ടെറിഞ്ഞു പോയതാ അവള്. ഇപ്പോ ആരും നോക്കാനും പറയാനും ഇല്ലാതായപ്പോ അവനെ ആവശ്യം വന്നു. ഞങ്ങളോടവൻ പറഞ്ഞിരിക്കുന്നത് മരിച്ചെന്നല്ലേ? ഞാൻ അവനങ്ങനെ പറഞ്ഞു കൊടുത്തത്. എന്റെ മനസ്സിൽ നിന്ന് പണ്ടേ കളഞ്ഞതല്ലേ. അവൻ അറിയില്ല അവന്റെ അമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത്. ബട്ട് അങ്കിൾ, നീ എന്ത് പണിയാ കാണിച്ചത്? എടാ, അങ്ങേറെ സംസാരത്തിൽ നിന്നെല്ലാം വ്യക്തമല്ലേ? എടാ, എന്തെങ്കിലും ചെയ്യണ്ടേ? എന്ത് ചെയ്യാനാ? നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയാലോ? അതിന് നിന്റെ തിരുമോന്താണല്ല അവരോട് ഇരിക്കുന്നത്. ഉപ്പായി, അവൻ നാളെ നമ്മളോട് ഈ കാര്യം എല്ലാം ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? എടാ, നാളെ അല്ല ഇപ്പൊ എന്ത് ചെയ്യുന്നു ചിന്തിക്കേ. എവിടെ നിന്നാണല്ലോ അവൻ നമ്മൾ പൊക്കും. ഇന്ന് തന്നെ ബിഫോർ 6. അതിന് അവൻ പോയിട്ട് ഇപ്പൊ 2 മണിക്കൂറായി. എങ്ങനെ പോയെന്ന് പോലും അറിയില്ല. നമുക്ക് അവനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവനെ അവന്റെ അമ്മയടുത്ത് എത്തിക്കാന്നുള്ളതാ. സുബ്രു, നീ ഹോസ്പിറ്റലിൽ ചെല്ല്. എന്നിട്ട് അവന്റെ അമ്മയുടെ കണ്ടീഷൻ എങ്ങനെയെന്ന് നോക്ക്. എന്നിട്ട് തിരിച്ച് നീ ഇവിടെ വരണം. ജെറിനെ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നോക്കാം. നീ സ്റ്റാൻഡിൽ പോയി നോക്ക്. ഹോസ്പിറ്റലിൽ നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം. ഈ ഒരു ഫോണുകൾ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ഏത് സമയം അവൈലബിൾ ആയിരിക്കണം. ഓക്കേ, ബാ, ലെറ്റ്സ് മൂവ്. സഞ്ജയുടെ ഫ്രണ്ടാണമ്മേ. ഇവിടെ സഹായത്തിനാരും. അമ്മ വിഷമിക്കണ്ട, സഞ്ജയ് അന്വേഷിച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട്. അമ്മ ശരിക്കും എവിടെയായിരുന്നു ഇത്ര ആളും? അല്ല, സഞ്ജയ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാ. രണ്ടു വയസ്സുകാരനായ എൻ്റെ മകന് അവനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ മുതിർന്നു വരുന്ന എൻ്റെ 2 അനിയത്തിമാർക്ക് അച്ഛനും അമ്മയുമായി ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ ലോകത്തോരമ്മയും ചെയ്യാത്തത് ഞാൻ ചെയ്തത്. ഭർത്താവിൻ്റെ എതിർപ്പുകൾ വകവയ്ക്കാതെ ഞാൻ ദുബായിലേക്ക് പോയി. ഇനി ഒരിക്കലും ജീവിതത്തിൽ എന്നെയും കുഞ്ഞിനെയും കാണില്ല എന്ന് ശ്രീയേട്ടൻ പറഞ്ഞത് അച്ചട്ടാകുമെന്നന്ന് ഞാൻ കരുതിയില്ല. ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാ ഞാൻ ചെയ്തത്. ഇന്ന് അനുഭവിക്കുന്നതും അതിന്റെ ഫലമാ. ഈ അസുഖം ഒരു ഭാഗ്യമായാ ഞാൻ കരുതുന്നത്. ഇതോടെ എന്റെ വേദനകൾ കറുതിയാവുമല്ലോ. അവനെ ഒരു നോക്ക് കണ്ടിട്ട് സന്തോഷത്തോടെ എനിക്ക് മരണത്തിലേക്ക് പോകാം. അമ്മേ, ഞാനൊന്ന് ഇറങ്ങട്ടെ. തിരിച്ചു വരുമ്പോൾ സഞ്ജു എൻ്റെ കൂടെ ഉണ്ടാവും, ഉറപ്പ്. हाँ भैया, हाँ भाई, मेरा दोस्त का बच्चा है इधर. ओ
നമ്മുടെ സഞ്ജയുടെ അമ്മ ഇവിടെ കിടക്കുന്നുണ്ട്. ബായി ഒന്ന് വന്നേ. അമ്മേ, തൽക്കാലം ഒരു സഹായത്തിന് ഇയാൾ ഇവിടെ ഉണ്ടാവും. ബായി ആപ്പ് ഇതൊരു രുക്കോ, എന്താവശ്യം വന്നാലും ഇവിടെ ഉണ്ടാവണം. ഞങ്ങളിപ്പോൾ എത്തിക്കോളാം. ഓക്കെ. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ഹലോ. ആ, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? അവിടെ ആകെ കണ്ടീഷൻ ക്രിട്ടിക്കലാടാ. അവൻ്റെ അമ്മയുടെ മുഖം കണ്ടിട്ട് സഹിക്കാൻ പറ്റാനുള്ള. നമുക്ക് അവനെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണം. ഉപ്പായി വിളിച്ചിരുന്നോ? ഇല്ല, ഉപ്പായി ഇതുവരെ വിളിച്ചില്ല. എടാ 3 ബസ്സാണ് പോയിട്ടുള്ളത്. 2 ആലുവ തൃശ്ശൂർ വഴിയും 1 പറവൂർ ഗുരുവായൂർ വഴിയും. ഞാനിപ്പോ എന്നാ ചെയ്യും? ടൈം സേവ് ചെയ്യാൻ വേണ്ടി അവൻ എന്തായാലും പറവൂർ വഴിയേ പോകും. Damn sure. You just go and get him, man. Okay, da. കോഴിക്കോട് ഭാഗത്തേക്കുള്ള ട്രെയിൻ പോയോ? അത് എത്ര മണിക്ക് തൃശ്ശൂർ എത്തും? ഓക്കെ 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 സർ, ഈ ഒരു വണ്ടിയെ പോയിട്ടുള്ളൂ. താങ്ക് യു. ഹലോ. എന്തായി മോനെ? അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങൾ എല്ലാ രീതിയിലും ട്രേസ് ചെയ്യുന്നുണ്ട്. സമയം എടുക്കാറായി. അമ്മ, ഞങ്ങൾ അവനെയും കൊണ്ട് വരൂ. അമ്മ ധൈര്യമായിട്ടിരിക്കും. സുബ്രു, ജെറിൻ്റെ അടുത്ത് വല്ലതും അറിഞ്ഞോ? നത്തിങ് പോസിറ്റീവ്. എടാ, അവൻ്റെ അമ്മ വിളിച്ചിരുന്നു. ടൈം ആവാറായെന്നാ പറഞ്ഞ്. എന്തെനി ചെയ്യുക? ഇവിടെ നിന്ന് എന്താ അറിഞ്ഞെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ കാലിക്കട്ടേക്ക് 2 ട്രെയിൻ പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും അതിനെ ഫോളോ ചെയ്യാൻ പോയാ. യു ജസ്റ്റ് ക്യാരി ഓൺ. ഹലോ. നീ ഒരു കാര്യം ചെയ്യണം. സഞ്ജയുടെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, മാക്സിമം അത് ഷെയറും ചെയ്യണം. ഓക്കെ ഓക്കെ, ഐ വിൽ ഡു ഇറ്റ്. നീ എന്ത് പണിയാണ് കാണിച്ചത്? കോഴിക്കോട്ടേക്ക് പോകാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിനകത്തുണ്ട് ചേട്ടാ. ആരുടെ അമ്മേനെ കെട്ടിക്കാനാണ് നീ ഈ സമയത്ത് വണ്ടി ബ്ലോക്ക് ചെയ്ത്? ചേട്ടാ ഒന്ന് നോക്കിയോട്ടെ ചേട്ടാ. ഫോൺ ചെയ്ത് ചോദിക്കാൻ പാടില്ലടാ. ഇല്ല ചേട്ടാ, ഫോൺ ഉപയോഗിക്കാത്ത ആളാ, അതുകൊണ്ടാ. അതിനൊരു പണിയായി. നീ നേരെ ചാലക്കുടിക്ക് കിട്ടോ. തിരുവനന്തപുരത്ത് ഒരു വണ്ടി വരുന്നുണ്ട്. ശരി, അതവിടെ കുറച്ചു നേരം കിടക്കും. അവിടെ ഒരു മണിക്കൂർ കൂടി സർജറി നീട്ടിവെക്കാൻ പറ്റുമോ? അമ്മ, അത് ഡോക്ടറല്ലേ തീരുമാനിക്കേണ്ടത്.
അമ്മയ്ക്ക് സർജറി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഡോക്ടർ ചെന്നൈയിൽ നിന്ന് വന്നത്. സോ ലേറ്റ് ആയാൽ. അങ്ങനെ പറയരുത്. 25 വർഷമായി ഞാൻ എൻ്റെ മകനെ കണ്ടിട്ട്. അമ്മ വിഷമിക്കണ്ട, സഞ്ജയ് എന്തായാലും വരും. എനിക്ക് ഓപ്പറേഷന് മുമ്പ് അവനെ ഒന്ന് കാണണം. പേടിക്കേണ്ട അമ്മ, അത് കഴിഞ്ഞാലും കാണാമല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്തൂടെ പ്ലീസ്? ഡോക്ടറോട് സംസാരിച്ചിട്ട് പറയാം. ചേട്ടാ, ഇതില്ലേ കേളി ഹെയർ ആയിട്ടൊരു കളർ പ്രിന്റ് ഷർട്ടൊക്കെ ഇട്ട ഒരാളെ കണ്ടോ? എത്ര വയസ്സ് പ്രായം ഉണ്ടാവും? ഒരു 28. ഇപ്പോൾ ഇവിടെ ഇരിക്കണ്ടായിരുന്നു, പുറത്തോട്ട് പോയി ചായ കുടിക്കാനായിരിക്കും. ഓക്കെ, താങ്ക്സ് ചേട്ടാ. ഫേസ്ബുക്കിൽ ഇപ്പോൾ ആളെ കണ്ടുപിടിക്കല പരിപാടി അല്ലേ? അതിനെന്താ, പുതിയ ഗാഡ്ജറ്റ്സ് വരുമ്പോൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ലേ? എക്സ്ക്യൂസ് മീ, ആ ഫോണൊന്ന് തരാമോ? അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യാനാ. താങ്ക് യു. ആ സുബ്രു, ആളെ കിട്ടിയിട്ടാ. നീ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്ക്. ആ, ഞങ്ങൾ ഇവിടുന്ന് ഉടനെ പുറപ്പെടും. ആ, നീ വിളിച്ച് പറഞ്ഞേക്ക്. ആ, ഓക്കെ. എന്ത് വേണേ ചെയ്യാം. ഒരു അത്യാവശ്യമുണ്ട്, വാ പോവാം. അമ്മേ വെൽ ഡൺ ബ്രോ. ചെല്ലടാ. ബൈ. ചെല്ല്. എവിടുന്ന് കിട്ടീന? ചെല്ലടാ. ഇവിടെയാണ് നീ കടന്നത്. എൻ്റെ ജീവിതത്തിൽ ഓരോ വേദന വരുമ്പോഴും അമ്മയ്ക്ക് സന്തോഷമാണ് സഞ്ജയ്. നിനക്ക് ഞാൻ നൽകിയ വേദനകൾക്ക് പകരമാവണേ അതെന്ന് പ്രാർത്ഥിക്കും. ഒന്നും പകരമാവില്ല, എൻ്റെ ജീവിതം പോലും.
അമ്മയെ സ്നേഹിക്കാനാവില്ലെന്നറിയാം. നിന്നെ ഓർക്കാതെ ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഓർക്കാനായിട്ട് പോലും മോനെ, ഒത്തിരി അനുഭവിച്ചതല്ലേ. സന്തോഷമായി അമ്മയ്ക്ക്. വന്നല്ലോ നീ, ഒന്ന് കാണാൻ പറ്റിയല്ലോ, അത് മതി അമ്മയ്ക്ക്. മാപ്പ്. തിയേറ്ററിലേക്ക് ആരും വരണ്ട, നിങ്ങളൊക്കെ ഇവിടെ വന്നാൽ മതി. എൻ്റെ അമ്മയല്ലടാ, അമ്മ വരും എൻ്റെ ഒപ്പം ജീവിക്കാൻ. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കും. വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. വാടാ. ചാലക്കുടി സ്റ്റേഷനിൽ ഇവനെ കാണാണ്ടായപ്പോൾ ഞാൻ തീരുമാനിച്ചു, നേരെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഇവൻ്റെ അമ്മയടുത്ത് ഞാനാ സഞ്ജയ് എന്ന് പറയാം. ഷൊർണൂരിൽ നിന്ന് ഇവനെ കിട്ടിയില്ലെങ്കിൽ അമ്മയോട് ഞാൻ പറഞ്ഞേനെ ഞാനാ സഞ്ജയ്. ഇതെന്താ പ്രിയദർശൻ സിനിമയുടെ ക്ലൈമാക്സാ? ഒരമ്മയെ അങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. എന്താണ് ഇത്ര ആലോചിക്കാൻ? നമുക്കൊരു തീരുമാനം എടുക്കാം. ഇന്നു മുതൽ പൊറോട്ട അങ്ങോട്ട് ഉപേക്ഷിച്ചാലോ?